വളരെ ആഴമേറിയ ഭാഗങ്ങളാണ്. അത് മനസ്സിലാക്കുവാൻ 10ാമത്തെ വാക്യത്തിലൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഞാൻ വൃദ്ധന ഐ ആം എൻ എലക്ട്, ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് കാരണം എന്നാ, ഞാൻ കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വൃദ്ധൻ. വൃദ്ധൻ എന്നുള്ള ആ പദമല്ല, വൃദ്ധൻ എന്ന് പറഞ്ഞ എന്തുവാ, എലക്റ്റഡ്. ഐ ആം ചോസൺ, തെരഞ്ഞെടുത്ത ഒരു പാത്രം. ഇന്നും ഈ പാത്രത്തെ പറ്റി നമ്മൾ ഇവിടെ താഴോട്ട് ചിന്തിക്കുന്നുണ്ട്. അതിന്റെ 11, 12, 13 വാക്യങ്ങളൊക്കെ നമ്മൾ ആ കണ്ടീഷനൊക്കെ വായിച്ചു. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? യേശുവിനോടുകൂടി മരിച്ചാൽ മാത്രമേ കർത്താവിനോടുകൂടി, ശരീരമല്ല അതിന്റെ ജഡമാ മരിക്കേണ്ടതില്ലേ, ശരീരം കർത്താവ് വിളിക്കുമ്പോൾ യേശുവിനോട് കൂടി ഓരോ ജഡീയ സ്വഭാവങ്ങൾ മരിപ്പിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അവന്റെ കൂടെ സഹിച്ചാൽ മാത്രമേ യേശുവിന്റെ കൂടെ എന്ത് ചെയ്യത്തുള്ളൂ, വാഴത്തുള്ളൂ. സഹിക്കുന്നതിന്റെ പകുതി വഴി കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ, ഇഫ് യു ഡിനൈ ഹിം, യേശുവും നിന്നെ എന്ത് ചെയ്യും? അവനും എനിക്കുള്ളവനല്ല. ഒരു മടിയും കൂടാതെ പറയുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ അമ്മയപ്പനും പറയാം. ചിലർ പറയും, പഴയ ആൾക്കാരൊക്കെ നല്ല സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ളവർ പറയും. ഇപ്പോഴങ്ങനൊന്നും അല്ല. എത്ര കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ ദോഷം ചെയ്താലും നീ യേശുവിനുള്ളവനല്ല, അല്ല ദൈവം നിന്നെ ശിക്ഷിക്കും, ദൈവം നിന്നെ പുറത്താക്കും എന്ന് പറയാനുള്ള ധൈര്യം പലപ്പോഴും ഇന്ന് പേരൻസിനും ഇല്ലാതിരിക്കുമ്പോൾ, പാസ്റ്ററിന്, ദൈവദാസൻ അയ്യോ ആ കുടുംബത്തിന് ഫീൽ അടിച്ച് ആ കുടുംബം സഭയിൽ നിന്ന് പോകുന്നു വിചാരിച്ച് പറയാൻ ധൈര്യമില്ലാതിരിക്കുമ്പോൾ, യേശു പറയുക, വലിയവനായ ദൈവം പറയുക, നീ എന്നെ തള്ളിക്കളഞ്ഞാൽ, നിനക്ക് എൻ്റെ കാര്യം വലിയ പ്രാധാന്യത ഇല്ലെങ്കിൽ നിന്റെ കാര്യവും എനിക്ക് ഒട്ടും പ്രാധാന്യതയില്ല. അതല്ലേ എൻ്റെ അർത്ഥം. കൃപായുഗമാ. ആർക്കാ കൃപ? പാപത്തെ ജയിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹമുള്ളവർക്കാ കൃപ. നിനക്ക് ആഗ്രഹമുണ്ടോ? യേശു ഓരോരുത്തരോട് ചോദിച്ചോ, നിനക്ക് മനസ്സുണ്ടോ? യഹോവയുടെ പക്ഷത്തുള്ളവർ എന്ത് ചെയ്യും? മാറി നിൽക്ക്. ഒരു വേർപാട് പാലിച്ചാലേ പറ്റൂ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ബലമുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, ബലം തരുന്നത് കർത്താവ്. എനിക്കും ബലം കാണത്തില്ല, നിങ്ങൾക്കും. നമ്മളൊക്കെ മനുഷ്യരല്ലേ, മാറിപ്പോയെന്നിരിക്കും. പക്ഷെ മനസ്സുണ്ടോ? മനസ്സ് ആരാ തരേണ്ടത്? യേശുവാ ബലപ്പെടുത്തുന്നത്. മനസ്സ് തീരുമാനമെടുക്കേണ്ടത് ആരാ? നമ്മളാ പ്രാപിക്കുന്നത്. ആദാമും ഹവ്വയും എടുത്ത തീരുമാനം തൊട്ട് നമുക്കറിയാം. 15ാമത്തെ വാക്യം ഇവിടെ എഴുതിയിരിക്കുന്ന സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്ന ദാസനായി, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കറക്റ്റായിട്ട് വചനം പഠിപ്പിക്കും. എന്ത് ചെയ്യണം? ഇന്നെടുക്കുന്ന തീമൊക്കെ എന്തുവാ? പലപ്പോഴും ഇപ്പോഴ 50 വയസ്സൊക്കെ അടുക്കുന്നത്, അതിന് മുമ്പുള്ള ഈ 30കളിലും 40കളിലും 20കളിൽ തുടങ്ങിയാണല്ലോ കർത്താവിൻ്റെ വേല. 20ന്റെ തുടക്കത്തിൽ തുടങ്ങിയത്. അപ്പം ഈ 30കളിലും 40കളിലും ഈ കഴിഞ്ഞിടയ്ക്ക് ഇപ്പോഴും എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പലപ്പോഴും എന്നോട് പറയും, പാസ്റ്ററെ ഒത്തിരി പ്രായമൊന്നും തോന്നിക്കാത്തതുകൊണ്ടാണോ? ഞാൻ നോക്കിയിട്ട് കണ്ണാടി നോക്കിയിട്ട് ഒത്തിരി പ്രായത്തേക്കാൾ കൂടുതൽ പ്രായമൊക്കെ തോന്നിക്കുന്നത്. പക്ഷേ യൂത്ത് മീറ്റിങ്ങിനൊക്കെ വിളിക്കും. കഴിഞ്ഞിടയ്ക്കും വിളിച്ചു. ഇന്നലെ ഞാൻ രാത്രി വചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂത്ത് മീറ്റിങ്ങിന് പറ്റിയൊരു പോയിന്റ് ഞാൻ എഴുതി മാറ്റി. എപ്പം എല്ലാം നോട്ട്സൊക്കെ ഇതിൽ തന്നെയാണ്, ഗൂഗിൾ നോട്ട്സാണ്. അപ്പോൾ ഉടനെ ഞാനത് എഴുതിയിട്ടു. കാരണം പിന്നെ മറന്നുപോയല്ലോ. നല്ലൊരു പോയിന്റ് ദൈവം പ്രകാശിപ്പിച്ചു, അത് എഴുതിയിട്ടു. കാരണം വേറെ ഒന്നുമല്ല, യൂത്ത് മീറ്റിങ്ങിന് വിളിക്കും. ഞാൻ എന്നെ വിളിക്കുന്നവരോട് അപ്പോഴേ പറയും, നിങ്ങൾ കാണുന്ന പോലുള്ളൊരു യൂത്ത് അങ്ങനെ ഒരു മനസ്സല്ല. യൂത്തിനെ സന്തോഷിപ്പിക്കാനുള്ളതൊന്നും എൻ്റെ കയ്യിൽ കുറച്ച് പ്രായവും പക്വതയൊക്കെ ഉള്ളവരെ എടുത്ത് എന്നെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാം. യൂത്തിന് വേണ്ടതുള്ളതൊന്ന് കൊടുക്കാൻ സത്യം പറഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്നത് എന്തുവാ? എൻജോയ് ലൈഫ്. അതിനുവേണ്ടി എൻ്റെ കരിയർ, എൻ്റെ ഫോക്കസ്, എനിക്ക് അല്ലെങ്കിൽ ലോകത്തിൽ ഫേമസ് ആണ്, പണം ഉണ്ടാക്കണം, നല്ല ജോലി, അതിനുള്ള സാധനമൊന്നും എൻ്റെ കയ്യിൽ, ഞാൻ എൻ്റെ നല്ല കാലത്ത് ദൈവം എന്നെ പരമേൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഒട്ടുമില്ല. ഓരോ നമ്മൾ ഡെഡിക്കേഷൻ അടുക്കുമ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണല്ലോ പ്രസംഗത്തിൽ കൂടി വെളിപ്പെടുന്നത്. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, ഇവിടെ നമ്മൾ കണ്ടു, യൂത്തിനാണെങ്കിലും എന്നെ യൂത്ത് മീറ്റിങ്ങിന് കൊണ്ടു നിർത്തിയാലും, ലേഡീസ് മീറ്റിങ്ങിന് കൊണ്ടു നിർത്തിയാലും, പ്രായമുള്ളവരുടെ മീറ്റിങ്ങിന് കൊണ്ടു നിർത്തിയാലും, കൺവെൻഷന് കൊണ്ടു നിർത്തിയാലും, നിന്നെ ജാതികളുടെ മധ്യത്തിൽ പബ്ലിക്കിൽ കൊണ്ട് സാക്ഷ്യം പറയാൻ നിർത്തിയാലും, റൈറ്റ്ലി ടീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. അവരെ സന്തോഷിപ്പിക്കാനുള്ള പോയിന്റ്സ് ഒന്നും ആഡ് ചെയ്യണ്ട, ആള് കൂട്ടാനുള്ള പോയിന്റ്സ് ഒന്നും ആഡ് ചെയ്യണ്ട, ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്ന തീം ഒന്നും കൂട്ടിച്ചേർക്കണ്ട. സത്യമായിട്ട് ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, ഒരാളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് യേശുവിനോട്, പരിശുദ്ധനായ ദൈവത്തോട് ചേർക്കാനുള്ളത് മാത്രം
നീ പറഞ്ഞാൽ മതി, ആവശ്യമില്ലാത്ത ബ്ലാബ്ല ഒന്നും വേണ്ട. ആ ബാബ്ലിംഗ് എന്ന് പറഞ്ഞു തന്നെയാണ് ഇംഗ്ലീഷ് ബൈബിളിന്റെ അകത്ത് അടുത്ത വാക്യത്തിൽ എഴുതിയേക്കുന്നത്. 16-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് ചിന്തിക്കാം. ഐഡിൽ ബാബ്ലിംഗ് അല്ലെങ്കിൽ യൂസ്ലെസ് ബാബ്ലിംഗ്, ഇറ്റ് ഇൻക്രീസസ് അൺഗോഡ്ലിനെസ്. ആവശ്യമില്ലാത്ത വർത്തമാനം ഒന്നും വേണ്ട. അപ്പൊ നമ്മൾ ഈ പെട്ടെന്ന് ഈ 16-ാമത്തെ വാക്യം മാത്രം വായിച്ചാൽ നമ്മൾ ചിന്തിക്കും, ഈ ആവശ്യമില്ലാത്ത ഒത്തിരി വർത്തമാനം പറയുന്നവരുണ്ടല്ലോ, അങ്ങനെ വർത്തമാനം പറയണ്ട. അതല്ല ഇവിടെ പറയുന്നത്. തൊട്ടു മുമ്പത്തെ വാക്യത്തിൽ എന്ത് എഴുതിക്കുന്നത്? കറക്റ്റായിട്ട് വചനം പഠിപ്പിക്കുക. എന്നിട്ടാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഈ കറക്റ്റായിട്ടുള്ള വചനം അല്ലാതെ നീ വേറെ ഒന്നും, ആവശ്യമില്ലാത്ത പ്രാസംഗികരുടെ ഭാഷയെ പറഞ്ഞാൽ പോച്ചേടിയൊന്നും, തമാശകളൊന്നും, തമാശകളുടെ പുസ്തകങ്ങളൊന്നും വായിക്കണ്ട. തമാശ പറയാൻ എന്തെങ്കിലും ഒന്ന് വായിച്ചോ, നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ്, ഇടയ്ക്ക് വല്ലാതെ പിരിമുറുക്കം ഉണ്ടെങ്കിൽ ഒത്തിരി ഇല്ലാതിരിക്കുമെന്നല്ല. ഒന്നും ഈ ലോകത്തിന്റെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും ലോകത്തിന്റെ ഫിലോസഫീസും ലോകത്തിന്റെ ജ്ഞാനവും ഒന്നും നീ എവിടെ ചേർക്കണ്ട. ആവശ്യമില്ലാത്ത ഈ ഭക്തി വിരുദ്ധമായിട്ടുള്ളത് ചേർക്കുന്ന ചിലരുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് അടുത്ത വാക്യം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അർബുദ വ്യാധി, ക്യാൻസർ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതാ. ഇത് ചെയ്യുന്നത് എന്തുവാ? ഡെഡ് സെൽസ് ഉണ്ടാവും. ഡെഡ് സെൽസ് കൂടിക്കൂടി, ശരിക്കും നമ്മുടെ ശരീരത്തിൽ എന്തോ ഉണ്ടാകേണ്ടത്? ലിവിങ് സെൽസ്. ഇടയ്ക്കിടയ്ക്ക് സെൽസിന്റെ വർദ്ധിക്കണം. നിങ്ങളുടെ ഈ ബ്ലഡ് കൗണ്ട് കുറയുന്നു, അവിടെ ഒക്കെ സംഭവിക്കുന്ന WBC, വൈറ്റ് ബ്ലഡ് സെൽസ് കൂടുന്നു, റെഡ് ബ്ലഡ് സെൽസ് കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? ഈ ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ പറയുന്നതാണ് ഈ RBC കുറയുന്നത്. അപ്പൊ അവിടെ എന്തോ സംഭവിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിലെ ജീവനുള്ള രക്തത്തിലെ സെൽസ് അല്ലാതെ തന്നെ ഫ്ലഷ്, മാംസത്തിലെ ലിവിങ് സെൽസ് ഒക്കെ കുറഞ്ഞു. ഈ അർബുദവ്യാധി എന്തുവാ ചെയ്യുന്നത്? ഇത് തന്നെ തിന്നുക. ഈ ഡെഡ് സെൽസ് ക്ലസ്റ്റർ ആകുന്നിട്ടാണ് ഈ നോഡും ട്യൂമർ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ മാംസക്കട്ടയുണ്ട്. അതിന് ഈ ഡെഡ് സെൽസിന്റെ ഒരു ക്ലസ്റ്റർ ആണ് ട്യൂമർ. അതിങ്ങനെ കൂടി വരുമ്പോഴാണ് ഈ റേഡിയേഷൻ ഇവർ എന്തിനാണ് അടിക്കുന്നത്? ഇവർ ആദ്യം നിങ്ങളെ സ്കാൻ ചെയ്ത്, അല്ലെ പെറ്റ് സ്കാനോ ആദ്യത്തെ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൽ ഈ ഡെഡ് സെൽസിന്റെ ക്ലസ്റ്റർ, നോഡ്സ് എന്ന് പറയും. അപ്പൊ അവർ പറയും, ഇങ്ങനെ ഒരു നോഡ് കണ്ടു, ഇവിടെ അതിന്റെ റിപ്പോർട്ട്, ക്യാൻസർ റിപ്പോർട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആദ്യം അത് എത്ര സ്റ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്, എത്ര നോഡ്സ് നിങ്ങളുടെ ശരീരത്തിലുണ്ട്, അത് എവിടാ മുഴകൾ എന്നൊക്കെ നമ്മൾ പൊതുവെ മലയാളത്തിൽ പറയുന്നത്. അത് ഡെഡ് സെൽസിന്റെ ഒരു ക്ലസ്റ്റർ. അത് എങ്ങനെയാ സംഭവിച്ചത്? അടുത്തിരിക്കുന്ന ലിവിങ് സെൽസിനെ എല്ലാം തിന്നു. അർബുദവ്യാധി. ഈ ലോകത്തിന്റെ പണവും ഈ ലോകത്തിന്റെ നന്മയും ഈ ലോകത്തിന്റെ ഉയർച്ചയും ഈ ലോകത്തിന്റെ കുടുംബവും നിത്യതയും നഷ്ടപ്പെട്ടത് എന്തിനാ ദൈവമക്കളെ? താൻ ദൈവ പൈതലായിട്ട് നിന്നുകൊണ്ട് തന്നെ പട്ടണത്തിലും പ്രധാനിയാകാൻ ഒന്ന് ശ്രമിച്ചു, ഒത്തിരി നാൾ നടത്തി. അവസാനം എന്ത് സംഭവിച്ചു? ദൈവത്തിന് അവനോട് ഒരു നീതി ഇല്ലാതായിപ്പോയി. അവൻ നിമിത്തം ആ ദേശം കൂടി നശിച്ചു പോയി. അവൻ നിമിത്തം ആ കുടുംബം നശിച്ചു പോയി. അവൻ നിമിത്തം അവന്റെ തലമുറ നശിച്ചു പോയി. സ്തോത്രം. പിന്നെ ജാതികളുടെ ലിസ്റ്റിനാണ് ആ പെമ്മക്കളൊക്കെ ചെയ്ത പാപം അറപ്പ പറയാൻ, ചിന്തിക്കാൻ, അതിനെപ്പറ്റി ചിന്തിക്കാൻ അറപ്പ. ഇതെന്തുവാ സംഭവിച്ചത്? ഇതിന്റെ റൂട്ട് കോസ് എന്തുവാ? ദ്രവ്യാഗ്രഹമാണ് സകലവിധ ദോഷത്തിന്റെ റൂട്ട് കോസ്, മൂലകാരണം. അപ്പം ലോത്തിന്റെ ജീവിതത്തിലെ അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവും ദേശത്ത് മാനിക്കപ്പെടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം നിമിത്തം, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്ന ഈ ഹുമന്യോസും ഫിലത്തോസും പറഞ്ഞ ഈ ടീച്ചിങ്, ഈ തിയോളജി, അത് നല്ല ദൈവദാസന്മാരായിരുന്നു. ഇവരൊക്കെ പൗലോസ് നിമിത്തമൊക്കെ വന്നതാ. തിമോത്തിയോസിനോട് പറയുവാ, യഹോവയായ ദൈവം ഓരോ പ്രാവശ്യം അങ്ങനല്ലേ, അവർക്ക് പറ്റിയ പോലെ നിനക്ക് പറ്റല്ല. ഇസ്രായേലിന് പറ്റിയ പോലെ യഹൂദിയോട് പിന്നെയും പ്രവാചകന്മാർക്കൂടി സംസാരിച്ച നിന്റെ മൂത്ത സഹോദരിയായ ഒരു കമ്പാരിസൺ, അവിടെ ഒരു അലങ്കാര ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, ഇസ്രായേലിന് പറ്റിയ പോലെ യഹൂദ, യെരൂശലേം നിന്നിലുണ്ട്, നിനക്ക് പറ്റല്ല, നീ ജാതികളുടെ വഴികളിൽ നടക്കല്ല. പല പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവ് യെശയ്യാവിൽ കൂടി യിരെമ്യാവിൽ കൂടി പറഞ്ഞിട്ട് കേട്ടില്ല. എസ്കേലിന്റെ സമയമായപ്പോൾ എന്തായി തീർന്നു? പൂർണ്ണമായിട്ട് രക്ഷയും ആരാധനയും ആരാധനാലയവും എല്ലാം നഷ്ടപ്പെട്ട്, സ്തോത്രം, ആരാധന ഇല്ലാതെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, എത്ര വർഷമാ പിന്നെ അടിമകളായിട്ട്, എത്ര തലമുറകളാണ്, 10-20 തലമുറ അടിമകളായിട്ട് പിന്നെ പോകേണ്ടതായിട്ട് വന്നു. അപ്പം അതുകൊണ്ടാണ് സ്തോത്രം ഇവിടെ പറയുന്നത്, ഹുമന്യോസും ഫിലത്തോസും പറഞ്ഞ ഈ ഫോൾസ് ടീച്ചിങ്, ആവശ്യമില്ലാത്ത 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭക്തി വിരുദ്ധമായ, ആൾക്കാരെ സന്തോഷിപ്പിക്കുവാൻ, ആൾക്കാരെ കൂട്ടുവാൻ പലരും പറയുന്ന കാര്യങ്ങളാണ്. ഈ ആൾക്കാർക്ക് വേണ്ടി കരഞ്ഞോണ്ടോ, ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ ചിരിച്ച് പറഞ്ഞോണ്ടോ, ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ പറയാൻ നല്ല ഇതാ ഒക്കെ ചെയ്തു ആൾക്കാരെ സന്തോഷിപ്പിക്കുന്ന പറഞ്ഞുകൊണ്ടോ ഒന്നും ആരും സ്വർഗത്തിൽ പോകത്തില്ല.
സ്വർഗത്തിൽ പോകുന്ന ദൈവത്തിന്റെ ആത്മാവിൽ അവരുടെ കുറവുകളെ വെളിപ്പെടണം. അത് പറയുന്ന ദൈവദാസന്റെ കുറവ് ആദ്യം ദൈവം തന്നോട് ബൈബിളിനകത്ത് നമ്മൾ കാണുന്നില്ല. മഹാപുരോഹിതനും പുരോഹിതനും ഒക്കെ എന്ത് ചെയ്യണം? ആദ്യം അവരുടെ പാപത്തിനു വേണ്ടി യാഗം കഴിച്ചിട്ടാണ് മറ്റുള്ളവരുടെ പാപത്തിനു വേണ്ടി അവര് ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പേ ദൈവദാസന്മാർ ശുദ്ധീകരണത്തിൽ. അപ്പൊ ഈ ഒരു സിസ്റ്റമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. മറ്റുള്ളവരോട് നമ്മൾ സുവിശേഷം പറയുന്നതിന് മുമ്പേ കർത്താവെ, നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, കർത്താവെ കൊച്ചി പട്ടണത്തെ ചിലർ ഇമ്പാക്ട് ചെയ്യുവാൻ ദൈവം എന്നെ ഉപയോഗിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തിനാ സമർപ്പിക്കുന്നത്? നമ്മളെ തന്നെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കൂടുതൽ ഒരു സുവിശേഷകനായിട്ട്, ഒരു സുവിശേഷകയായിട്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുക. ഹുമന്യോസും ഫിലത്തോസും പറഞ്ഞ ഈ ടീച്ചിങ് അർബുദവ്യാധി പോലെ, ക്യാൻസർ പോലെ, ഇത് ഈ സഭയിൽ നിന്ന് അടുത്ത സഭയിലേക്ക്, അടുത്ത സഭയിൽ നിന്ന് അടുത്ത സഭയിലേക്ക്, അവിടുത്തെയൊക്കെ ലിവിങ് സെൽസ് എന്ന് പറഞ്ഞാൽ പൗലോസ് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് മറ്റുള്ള ദൈവദാസന്മാര് പത്രോസും യോഹന്നാനും യാക്കോബ് ജീവനും കൊടുത്തു. സോ നേരത്തെ ഹാലല്ല, ഇങ്ങനെ ഓരോ ദൈവദാസന്മാർ, യോഹന്നാൻ അപ്പോസ്തലൻ ഒക്കെ പ്രൈസ് യാത്ര ചെയ്ത് പഠിപ്പിച്ച ആ കറക്റ്റ് ടീച്ചിങ്, ഈ ഫോൾസ് ടീച്ചിങ് വന്ന് ഈ ഭൗമിക അല്ലെങ്കിൽ ഹാലല്ല നിനക്ക് ഈ ലോകത്തിലെ നന്മയുടെ ടീച്ചിങ് വന്നിട്ട് എന്ത് ചെയ്തു? തിന്നുകളെ. ഇപ്പൊ ജനത്തിനൊക്കെ എന്തുമാത്രം മതി. അവിടെ പൗലോസ് പോയി ഇനി ക്രൂശിന്റെ വചനം പറഞ്ഞാൽ പോലും കോട്ടുക വിടും ആൾക്കാർ, ഉറങ്ങിത്തരും. വേറൊന്നുമല്ല, നമ്മുടെ ഇൻട്രസ്റ്റ് പോകുന്ന എപ്പോഴാണെന്നറിയാം. നമ്മൾ അറിയാതെ ഇതിൻ്റെ ഇടയ്ക്ക് ആ ലോകത്തിൽ വലിയവനായി തീരും എന്നുള്ള ടീച്ചിങ്ങിലേക്ക് മാറിപ്പോയി. എതിർ ക്രിസ്തുവിന്റെ ആത്മാവെന്നും പഠിപ്പിയിരുന്നു, മറ്റൊരു സുവിശേഷം എന്നൊക്കെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഓരോ സഭകളോട് ലേഖനത്തിൽ കൂടി സംസാരിക്കുന്നത്. അപ്പൊ ഈ മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോയാൽ നമുക്ക് പിന്നെ ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഉപവാസത്തോടുകൂടി നമ്മൾ ഉപവസിക്കുന്ന പിന്നെ എന്തിനായിരിക്കും? ചിലത് ലഭിക്കാനായിരിക്കും. ലോകത്ത് ശരിക്കും ഉപവസിക്കുന്ന എന്തിനാ? ബൈബിൾ അനുസരിച്ച് കർത്താവിനോട് ചേരുവാൻ, അടുക്കുവാൻ. പ്രാർത്ഥിക്കുന്നത് എന്തിനാ? എൻ്റെ കുറവുകളെ വെളിപ്പെടുത്തി കർത്താവെ എന്നോട് സംസാരിക്കണ്ടേന്ന് പറയേണ്ടതിന് പകരം ഇതുപോലെ ഈ ഐഡിയൽ യൂസ്ലെസ് ബാബ്ലിംഗ്, പിന്നെ ചുമ്മാ നമ്മള് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചില അത് തരണമേ, ഇത് തരണമേ, അത് തരണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സോ അങ്ങനെ ഒന്നും ആയി പോകല്ലേ. ഇന്നത്തെ ട്രെൻഡ് ഒക്കെ വളരെ മോശമാ. ഇന്നത്തെ പാറ്റേൺ, ഇന്നത്തെ ടീച്ചിങ് ഒക്കെ മാറിയിരിക്കുമ്പോൾ തിമോത്തിയോസേ, കറക്റ്റായിട്ട് വചനം ഉപദേശിക്കുക. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. കറക്റ്റായിട്ട് ഉപദേശിക്കുക. 18ാമത്തെ വാക്യം, ഈ തെറ്റായ മറ്റൊരു സുവിശേഷം ഒന്ന് നമ്മൾ കണ്ടു, അർബുദവ്യാധി, ക്യാൻസർ പോലെ ഈ ജീവനുള്ളവരെയും കൂടി എന്ത് ചെയ്യും? വിഴുങ്ങിക്കളയും. അങ്ങനെയാണ് ഈ നല്ലപോലെ ശക്തിയായിട്ട് നിന്നവർ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അവരെന്തുകൊണ്ട് മാറിപ്പോകുന്നു? അവർക്ക് എന്തുകൊണ്ട് ആരാധനയ്ക്ക് പോലും വരുവാൻ കഴിയുന്നില്ല? അവർക്ക് എന്തുകൊണ്ട് താല്പര്യം പോയി? പക്ഷെ താല്പര്യമുള്ള വിഷയത്തിലൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് താല്പര്യം. ആരാധനയ്ക്കും വിശുദ്ധീകരണത്തിനും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കും അവരുടെ ശുദ്ധീകരണത്തിനും ഒക്കെ താല്പര്യം മാറിപ്പോകുന്നതിന്റെ കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ കണ്ടു, ക്യാൻസർ പോലെ ആ ടീച്ചിങ് തിന്നുകളയും. അതുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും കേൾക്കാൻ പോകല്ലേ. ആ ദൈവത്തിനല്ല നഷ്ടം ആർക്കാ? കേൾക്കുന്നോർക്കാ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിലെല്ലാം ഡിസേൺ ചെയ്തു വേണം കാര്യങ്ങൾ കേൾക്കാൻ. 18ാമത്തെ വാക്യം, അപ്പം എന്തുവാ സംഭവിക്കുന്നത്? ഈ മറ്റൊരു ടീച്ചിങ് പഠിപ്പിക്കുമ്പോൾ സത്യം വിട്ട് തെറ്റിമാറിപ്പോകുക, അനേകരെ കൺഫ്യൂസ് ചെയ്യുക. പരിശുദ്ധാത്മാവ് വ്യക്തതയുടെ ആത്മാവ്. ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ എന്ന് തന്നെയാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. കൺഫ്യൂഷൻ എന്നുള്ള പദം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഓപ്പോസിറ്റായ ഈ ദുരാത്മാവാണ്. ദുരാത്മാവ് സമ്മതിക്കുമോ? ഇല്ല. ദുരാത്മാവിലാന്ന് ഇങ്ങനെ തെറ്റായി പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ സമ്മതിക്കുമോ? തർക്കിച്ചു വരും. ഞാൻ കണ്ടിട്ടുണ്ട് ചില ദൈവദാസന്മാരോടൊക്കെ സ്നേഹത്തോടു കൂടി, നമ്മുടെ സ്നേഹിതരെല്ലാം ദൈവദാസന്മാരാണല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ദൈവദാസനെ, പക്ഷെ താൻ അത് ഏറ്റെടുത്തു കേട്ടോ, എൻകറേജ്. ദൈവത്തിന്റെ ആത്മാവിനെ നേരിട്ട് ഒരാഴ്ച പ്രാപിച്ച് ശുശ്രൂഷിക്കുവാൻ കഴിയാതെ വരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചൊക്കെ പ്രാപിക്കുന്നു, കുറച്ചൊക്കെ യൂട്യൂബിലൊക്കെ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ട്രെൻഡ്, ഇപ്പോഴത്തെ ടീച്ചിങ്, ഇപ്പോഴത്തെ അങ്ങനെയൊക്കെ ഉള്ളതിന് എത്ര റേറ്റിംഗ് കിട്ടും, എത്ര വ്യൂസ് കിട്ടും, ലക്ഷങ്ങൾ വ്യൂസ് കിട്ടും. നീ ലോകത്തിന്റെ കാര്യം പറഞ്ഞാൽ, നീ ആഗ്രഹിക്കുന്നത് സാധിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാതികളും ഇനി വരുന്നേ. പള്ളി മുഴുവൻ, ഇവിടെ 3000 പള്ളിയുള്ള ഒരു കത്തോലിക്ക പള്ളി മുഴുവൻ വരും. നീ അച്ഛന്മാര് പോലും ഇപ്പൊ അതാ പറയുന്നത്. അച്ഛന്മാര് പോലും ഇപ്പൊ അവരുടെ പ്രസംഗ വിഷയം പലരും ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ ഞാൻ കണ്ടു. ഇവിടെ ഒക്കെ അടുത്തുള്ള കൊച്ചിയിലെ ശുശ്രൂഷിക്കുന്ന അച്ഛന്മാര് പോലും ഇപ്പൊ ഈ പാസ്റ്റർമാരുടെ കയ്യിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് അവര് നോക്കുന്നു എന്തുവാ, ആൾക്കാരെല്ലാം ഓഡിറ്റോറിയത്തിലും വലിയ ഗ്രൗണ്ടിലും ഒക്കെ ഇത് കേൾക്കാൻ പോകുന്നു പള്ളിയിൽ നിന്ന്.
അപ്പൊ അവരും എന്ത് ചെയ്യുക, ഈ ചൊവ്വാഴ്ച പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ ഒരിക്കൽ കഴിഞ്ഞ ദിവസം വണ്ടി ഓടിച്ചു പോയപ്പോ ഞാൻ കേട്ടു പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന പോലെ ഇതുപോലെ കിട്ടും സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രസംഗിക്കും. ഇവരൊന്നും പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഇവരെ ചൊല്ലും പ്രാർത്ഥനയും അവരുടെ ഒരു ശൈലിയിലുള്ള പ്രസംഗമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് മാത്രം വല്ല സുവിശേഷങ്ങളിലും ഉപമയിലൊക്കെ ഒതുങ്ങി നിന്നവരിപ്പം അവരും മാറ്റി ലോകത്തിന്റെ വിഷയങ്ങളൊക്കെ പ്രസംഗിക്കുന്ന കാര്യം ആൾക്കാർക്ക് ഇഷ്ടം എന്തുവാ? ഇതൊക്കെയാ ഇഷ്ടം. സ്തോത്രം. ഇവിടെ കണ്ടു, ഇത് അവരെ സത്യത്തിൽ നിന്ന് മാറ്റിക്കളയും. 18ാമത്തെ വാക്യത്തിൽ എന്തോ, മൂവിങ് ദം അവേ ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. സത്യത്തിൽ നിന്ന് മാറ്റിക്കളയും. ആരും അറിയത്തില്ല. ഉമന്യോസും പിലത്തോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ? അവർ പറയും ദൈവം എന്നോട് ഇടപെട്ടാണ്. ഇത് ഒരു ഉപദേശം പറയുന്നവർ ഭയങ്കരമായിട്ട് തർക്കിക്കാനും സാത്താൻ തന്നെ അവർക്ക് ഒരു ജ്ഞാനം കൊടുക്കും അത് പ്രസന്റ് ചെയ്യുവാനും ഒക്കെ. 19ാമത്തെ വാക്യം, എങ്കിലും ഇങ്ങനൊക്കെ ഒരു കൂട്ടം, ഒരു മെജോറിറ്റി ജനത്തെ സത്യത്തിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ, എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. ഇവിടെ എത്ര വ്യക്തമാണ്. എങ്കിലും എത്ര പേരെ തെറ്റിക്കാൻ നോക്കിയാലും ദൈവത്തിനറിയാം ആരൊക്കെ തനിക്കുള്ളവരാ. ദൈവത്തിനറിയാം പെന്തിക്കോസുകാരും സ്നാനപ്പെട്ടവരും ആരാന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, തനിക്കുള്ളവർ. അതുകൊണ്ട് ഏത് സഭയാണേലും അത് ആർക്കും ഒരു വിഷയമല്ല, കർത്താവിനും വിഷയമല്ല. പക്ഷെ യേശുവിന് വേണ്ടി നിൽക്കുന്നു, നീ ദൈവത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ചോദ്യമാണ് ഞാൻ പലപ്പോഴും. യഹോവയ്ക്കുള്ളവൻ ഇങ്ങോട്ട് മാറി. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ വലിയ കൂട്ടം മാറി നിന്നു, ഒരു ചെറിയ കൂട്ടം. എപ്പോഴൊക്കെ ആ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ കൂട്ടമേ മാറി നിന്നിട്ടുണ്ട്. എന്നിട്ട് ആ കൂട്ടത്തോട് പറഞ്ഞ എന്തുവാ? വെട്ടാനാ പറഞ്ഞത്. അല്ല, സത്യം ഏതാന്ന് തെളിയിച്ച് കറക്റ്റായിട്ട് വചനം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ആരാണേലും നിന്റെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആ ഭാഗമൊക്കെ ഭയങ്കര ഡെഡിക്കേഷന്റെ ഒക്കെ ആ സ്തോത്രം. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി നിൽക്കണം. അല്ലാതെ കുടുംബത്തിന് വേണ്ടിയോ കൂട്ടുകാർക്ക് വേണ്ടിയോ ദേശത്തിന് വേണ്ടിയോ കാലിലോ ഒന്നും, സ്നേഹിതർക്ക് വേണ്ടിയോ ഒന്നും നിൽക്കാനല്ല. ലോകത്തിനു വേണ്ടി നിൽക്കാനല്ല, കർത്താവിന് വേണ്ടി നിൽക്കണം എന്ന് 19ാം ഇവിടെ എഴുതിയേക്കുന്ന ആരൊക്കെ തെറ്റിക്കാൻ നോക്കിയാലും 19ാം വാക്യത്തിന്റെ തുടക്കം, there is a solid foundation of God എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിനൊരു സ്ഥിരമായ അടിസ്ഥാനമാണ്. ഈ ദൈവവചനം നമുക്കിവിടെ ഉള്ള 66 പുസ്തകം ബൈബിള് പറയുന്നു സ്വർഗത്തിലുള്ളതിന്റെ നമ്മൾ അറിയേണ്ട ഒരു കോപ്പി മാത്രമാണ്. അതിന്റെ പൂർണ്ണമായിട്ടുള്ളത് എവിടെ ഉണ്ട്? സ്തോത്രം. അതുകൊണ്ട് അതിൻ്റെ ഒരു നമുക്കറിയേണ്ട, നമ്മളെ ന്യായം വിധിക്കേണ്ട നമുക്കുള്ള ഒരു പ്രമാണം മാത്രമാണ്. നമ്മളെ ഒരു പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് നമ്മളെ ഗൈഡ് ചെയ്യേണ്ട ഒരു പ്രമാണം മാത്രമാണ്, കർത്താവിലേക്ക് അടുപ്പിക്കേണ്ട. അതുകൊണ്ട് there is a solid foundation of God. ആര് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ മാറ്റാൻ ശ്രമിച്ചാലും, ആര് ഹല്ലേലൂയ സ്തോത്രം മനുഷ്യന് ഇഷ്ടമുള്ളത് ആളിനെ കൂട്ടാൻ വേണ്ടി പ്രസംഗിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ ഒന്നും ദൈവത്തിന്റെ പ്രവൃത്തി മാറിപ്പോകത്തില്ല. ദൈവത്തിന് അറിയാം ആരാ തനിക്കുള്ളത്. അങ്ങനെയല്ല ഇവിടെ എഴുതിയേക്കുന്നത്. മുഴുവൻ ഒന്ന് വായിച്ച് ഒന്ന് ശ്രദ്ധിക്കണേ. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നതിനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു. നീ കർത്താവിനുള്ളവനാണോ? കർത്താവ് നിന്നെ അറിയുന്നോ? നീ എന്ത് ചെയ്യണം? ഈ അനീതിയും ഈ തെറ്റായിട്ടുള്ളതും വിട്ട്, ഈ ലോകത്തിൻ്റെത് വിട്ട് നീ മാറി നിൽക്കണം എന്നാകുന്നു അതിൻ്റെ മുദ്ര. അപ്പം ദൈവത്തിന് അറിയാം ആരാ തനിക്കുള്ളത്. അവരുടെ മേൽ ദൈവം ഒരു മുദ്ര ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം നമ്മൾ ബൈബിളിൽ കാണുന്ന ഒരു പദമാണ്. മലയാളത്തിൽ മാത്രമേ എന്നാകുന്നു അതിൻ്റെ മുദ്ര എന്ന് എഴുതിയിരിക്കുന്നത്. അത് ഇംഗ്ലീഷും മറ്റുള്ള ഭാഷ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പം ദൈവം തനിക്കുള്ളവരെ കർത്താവ് എന്തു ചെയ്തിരിക്കുവാന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്? മുദ്ര ചെയ്തിരിക്കുക. ആ കുടുംബങ്ങൾ, ആ ഭവനങ്ങൾ, ആ ആത്മീയ കൂട്ടങ്ങളെ ദൈവം മുദ്ര ചെയ്താൽ ഒരു ദുഷ്ടശക്തിക്കും അതിൻ്റെ എതിരെ ഒന്നും നിൽക്കുവാൻ കഴിയത്തില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ആവർത്തന പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുമ്പോൾ എന്നിട്ട് നിന്റെ കട്ട്ളവാതുക്കലും എന്ത് ചെയ്യണം? ഒരു മുദ്രയായിട്ടിരിക്കണം. ഇറ്റ് ഷുഡ് ബി സീൽഡ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം കണ്ടു കർത്താവിനുള്ള ഭവനങ്ങൾ ഏതാന്ന് കർത്താവ് അങ്ങ് മുദ്രയിടും. കർത്താവിനുള്ള കുടുംബങ്ങൾ ഏതാന്ന് കർത്താവ് മുദ്രയിടും. നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ വരം അല്ലെങ്കിൽ അതിൻ്റെ ആത്മ നിറവ് പ്രാപിക്കുമ്പോൾ അന്യഭാഷയിലുള്ള ആരാധനയെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്ന 1 കൊരിന്ത്യർ 14ാമത്തെ അധ്യായത്തിലൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത്, ജാതികളുടെ മുമ്പിൽ നീ കർത്താവിനുള്ളവനാണ് നിന്നെ ഒരു മുദ്രയിട്ടിരിക്കുവാണ് നീ ദൈവത്തിന്റെ ആത്മാവിൽ സ്വർഗീയ ഭാഷയിൽ ആരാധിക്കുമ്പോൾ.
യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്ന് പല സ്ഥലങ്ങൾ നമ്മൾ കാണുന്ന ഒരു കാര്യം. പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്ര ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഇവിടെ ഒക്കെ നമ്മൾ കണ്ടു ഈ തെറ്റായ വചനം ഒരു ക്യാൻസർ പോലെ, ഒരു അർബുദ വ്യാധി പോലെ വ്യാപിക്കുമ്പോൾ നീ കറക്റ്റായിട്ടുള്ള വചനം പഠിപ്പിക്കണം. സാത്താൻ എത്ര സഭയെ തെറ്റിക്കാൻ നോക്കിയാലും എങ്കിലും there is a solid foundation of God. ഒരു സ്ഥിരമായ അടിസ്ഥാനം ദൈവം ഇട്ടിട്ടുണ്ട്. ദൈവത്തിന് അറിയാം തനിക്കുള്ളവരാരെന്ന്, ഇല്ലേ? അവരെ ദൈവം മുദ്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ടാക്സ് കൊടുക്കുന്ന ആ ഒരു കാര്യം കൈസർക്കുള്ളത് മർക്കോസിന്റെ സുവിശേഷം ഒന്ന് വായിച്ച. മർക്കോസ്, മത്തായിലും മർക്കോസിലും ഉണ്ട്. മർക്കോസിൽ നമുക്ക് വായിക്കാം 12-ാം അധ്യായം അതിന് 16-17 ഒന്ന് വായിച്ച്. മർക്കോസ് 12, മാർക്ക് ചാപ്റ്റർ 12 verse 16 and 17. അവർ കൊണ്ടുവന്ന് സ്വരൂപം മേലെടുത്ത് മാനേണ്ടത് എന്ന് അവരോട് ചോദിച്ചതിനെ കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിനെന്ന് പറഞ്ഞു. ഒരു നാണയം എടുത്തിട്ട് ആ നാണയം കാണിച്ചിട്ട് പറഞ്ഞു, കാശ്, പണം കാണിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ മേലുള്ള സീൽ ആരുടെയാ? അപ്പൊ എന്തോ അവര് പറഞ്ഞ കൈസർ. കൈസർക്കുള്ളത് പണം ആർക്ക് കൊടുത്തേരെ? ലോകത്തിൻ്റെതാ. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും. ഇതിന്റെ മുദ്ര ആരുടെ മേലാന്ന് ആ ചോദ്യം. ഹൂസ് ഇമേജ് ഈസ് ഓൺ ദിസ്, ഹൂസ് സീൽ ഈസ് അപ്പോൺ ദിസ്. സോദരൻ, അവിടെ എല്ലാം നമ്മളൊരു കാര്യം മനസ്സിലാക്കും. ദേവദാസന്മാർ എപ്പോഴും ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്ന ഒരു ഭാഗമാണ്, നിന്റെ മേലുള്ള മുദ്ര ഏതാ? ലോകത്തിൻ്റെതാണോ? പണം ഉണ്ടാക്കാനാണോ? ലോകത്തിനെ എൻജോയ് ചെയ്ത് ജീവിക്കാനാണോ? നീ ജീവിച്ചോ, കർത്താവിന് ഒരു വിഷമവും ഇല്ല. നിന്റെ മേൽ വിളി കാണും, പക്ഷെ നീ വിശ്വസ്തനായി തീർന്നില്ലെന്ന് വെച്ച നഷ്ടം കർത്താവിനല്ല. അതുകൊണ്ട് നിന്റെ മേലുള്ള മുദ്ര, ഇവിടെ നമ്മൾ ഈ വാക്യത്തിൽ തിമോത്തിയോസിനോട് പറയുക, ദൈവത്തിനുള്ളവരാരെന്ന് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? മുദ്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ടു ഇതിന്റെ മേലുള്ള മുദ്ര ആരുടെയാ? അപ്പൊ നമ്മൾ ലോകം നമ്മുടെ മേൽ നോക്കുക, നിന്റെ മേലുള്ള മുദ്ര ആരുടെയാ? നീ ലോകമനുഷ്യരെ പോലെ, ലോകത്തിലെ ചെറുപ്പക്കാരെ പോലെ, ലോകത്തിലെ കുടുംബങ്ങളെ പോലെ ജീവിക്കേണ്ട ഒരു കുടുംബമാണോ? അതോ നിന്റെ മേലുള്ള മുദ്ര യേശുവിന്റെ മുദ്രയാണോ? നിന്നെ പരിശുദ്ധാത്മാവിനാൽ വലിയവനായ ദൈവം മുദ്ര ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ എല്ലാവരും എപ്പോഴും എൻകറേജ് ചെയ്യുന്ന ആത്മാവിനാൽ നിറയപ്പെടണം. ബാക്കി ലോകത്തിൽ എന്ത് നീ നേടിയാൽ അതൊക്കെ നിന്റെ ലോകത്തിലെ ജ്ഞാനം ദൈവത്തിന് മുമ്പിൽ ഭോഷത്വം, അത് നിമിത്തം നഷ്ടപ്പെടും. അതൊന്നും നിലനിൽക്കത്തില്ല. നീ ഒരു ബിഗ് സീറോ ആയി മാറും. നീ ആത്മാവിനാൽ നിറഞ്ഞില്ലെങ്കിൽ യു വിൽ ബി എ ബിഗ് സീറോ. വചനം പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും അത് ആരാണെങ്കിലും ആത്മാവിനാൽ നിറയണം. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കണ്ട ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിനാൽ നിന്നെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? മുദ്ര ചെയ്തിട്ടുണ്ടോ? എത്ര സന്തോഷമുള്ള കാര്യമാണ്. ദൈവത്തിന് അറിയാം. സഭ അങ്ങനെയാണെങ്കിൽ സഭയിലുള്ളവരെല്ലാം ദൈവത്തിന് വേണ്ടിയുള്ളവരാണ്. സഭയോട് ദൈവം പറയുമ്പോൾ ദൈവത്തിനുള്ളത് ആരെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അവരുടെ മേലാണ് എന്തുള്ളത്? ഒരു മുദ്രയുള്ളത്. അടുത്ത ആ 2 വാക്യങ്ങൾ നല്ലൊരു ഉദാഹരണം അവിടെ എഴുതിയിരിക്കുന്നു, 20ഉം 21. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണുകൊണ്ടുള്ളവയും ഉണ്ട്. മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെളിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായി. 20ഉം 21 മുഴുവൻ ഒരു പാത്രത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തായിട്ടാ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി നമ്മൾ കണ്ടു, ഒരു നന്നായിട്ട് ഓടുന്ന ഒരു അത്ലറ്റ്, അല്ലെങ്കിൽ ഒരു നല്ല കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ഒരു പടയാളി, അല്ലെങ്കിൽ നല്ലപോലെ അധ്വാനിക്കുന്ന ഒരു കൃഷിക്കാരൻ, ഇങ്ങനെ പല എക്സാമ്പിൾസ് കണ്ട പോലെ ഈ 20ഉം 21ാമത്തെ വാക്യത്തിൽ നമ്മളെ എന്തായിട്ടാ തിരഞ്ഞെടുക്കുന്നത്? പാത്രം. ഈ പാത്രം നല്ലതിന് ഉപയോഗിക്കുന്നതാണോ അഴുക്കിന് ഉപയോഗിക്കുന്നതാണ്? ഇതിനെല്ലാം പാത്രമുണ്ട്. എന്ത് പാത്രമുണ്ട്? ഇതിനെല്ലാം പാത്രങ്ങളുണ്ട്. ഇപ്പം അത് പറഞ്ഞാൽ അധികം മനസ്സിലാകത്തില്ല. കാര്യം പണ്ടൊക്കെ ഈ കുളിമുറി വേറെയും, പണ്ടൊക്കെ വീടിൻ്റെ വെളിയിലൊക്കെ ഉള്ള പഴയ കുളിമുറികൾ ഓർക്കുന്നുണ്ടല്ലോ, ടോയ്ലറ്റ് വേറെയും, ആ താഴത്തെ ഇരിക്കുന്ന ടോയ്ലറ്റൊക്കെ ആയിരിക്കും. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മഗ്ഗൊക്കെ എന്തിനു മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ? ആ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ മഗ്ഗോ, കുളിമുറിയിലെ ബക്കറ്റും മഗ്ഗും അതിനൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടി വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കും. കാരണം എന്നാ, അതിപ്പം പിന്നെ എല്ലാം ഒന്നും വീടിൻ്റെ അകത്തും ബെഡ്റൂമിൻ്റെ അകത്തും ഒക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാം കുറേയൊക്കെ അപ്പം പാത്രങ്ങൾ പല ആവശ്യത്തിന്, അന്നത്തെ കാലത്തും അങ്ങനെയാണ്, ഇന്നത്തെ കാലത്ത് പല ആവശ്യത്തിന് നമ്മൾ പാത്രം. ഞാനിത് പറഞ്ഞപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ഞങ്ങൾ ഈ കുറേ നാളായിട്ട് വണ്ടിയെ തന്നെ നാട്ടിൽ വന്ന പിന്നെ
ഒരു 99 തൊട്ടാണ് ഞങ്ങൾ ട്രാവലിംഗ് ടീം തുടങ്ങി. അതിൻ്റെ മുമ്പ് ഞങ്ങൾ പല ടീമിൻ്റെ കൂടെ ഒക്കെ വടക്കേന്ത്യൻ മിഷൻസിലായിരുന്നു. ഒരു 94 തൊട്ടൊക്കെ നാട്ടിൽ വന്നേ പിന്നെ 99 തൊട്ട് ഞാൻ ഓർക്കുന്നത് ഞങ്ങളുടെ ടീമൊക്കെ വന്നേ പിന്നെ ഞങ്ങൾ ചെയ്ത ഒരു കാര്യമാണ് വണ്ടിയല്ല യാത്ര ചെയ്യുന്നത്. അന്നൊരു മിനി ബസ്സൊക്കെ ആയിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ ക്യാരവൻ ഞങ്ങൾ തന്നെ പണ്ട് ക്യാരവൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾ തന്നെ ഒക്കെ ചെയ്ത് സ്റ്റൗവും 2 സ്റ്റൗ ഉണ്ട്, വാഷ് ബേസിൻ പോലെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഇതുണ്ട്. അത് വെള്ളം വേറെ, കുടിവെള്ളം വേറെ. അപ്പോൾ ഈ കുടിവെള്ളം ഞങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ക്യാനിലാണ്, വലിയ ക്യാൻ. അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നിർത്തി ബോട്ടിലാക്കും. കാര്യം നമുക്ക് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് നിറയ്ക്കാൻ പറ്റില്ല. കുക്കിങ്ങിനും കഴിക്കാൻ നിർത്തുന്ന സമയത്താണ് ഞങ്ങൾ ഈ വെള്ളമൊക്കെ ഒഴിക്കുന്നത്. ഇത് നമുക്ക് ഈ പെറ്റ് ബോട്ടിൽ അല്ലെങ്കിൽ പെറ്റ് ബോട്ടിൽ മാത്രമേ കുടിക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ, അതിൻ്റെ അകത്തെ പ്ലാസ്റ്റിക് മറ്റുള്ള ഈ പെപ്സി ബോട്ടിലിൻ്റെ അകത്തെ പ്ലാസ്റ്റിക്കിനൊക്കെ കുഴപ്പമുണ്ടെന്നൊക്കെയുള്ള കാര്യമൊക്കെ ചൂടൊക്കെ കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെ നമ്മളെ അതിൻ്റെ അകത്ത് അന്ന് എല്ലാത്തിനും എന്തുണ്ട്, നമുക്ക് ഈ സാധാരണ കനം കുറഞ്ഞ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ ഇടയ്ക്ക് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ ആ കുപ്പികളാണ്. അപ്പം എല്ലാത്തിനും ഒന്നി പെപ്സി കുപ്പി പോലോ മിനറൽ വാട്ടർ കുപ്പികളാണ്. ചിലത് കുടിക്കുന്നതിനാ, ചിലത് എന്തിനാ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അവിടെ ഒന്നും ടോയ്ലറ്റ് ഇല്ല, ഡാബയിലും കാണത്തില്ല. ഡാബയിൽ കുളിക്കുന്ന സ്ഥലമുണ്ട്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ നിർത്തുമ്പോൾ ഡാബയിൽ വലിയ ടാങ്ക് ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ കൃഷിക്കുള്ള ഇതുണ്ട്. ഇടയ്ക്കൊക്കെ കൃഷി സ്ഥലത്തും അവർ അനുവദിക്കും ഫ്രീ ആയിട്ട് കുളിക്കാൻ. അവിടെ ഞങ്ങൾ കുളിക്കുകയോ അലക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അതിരാവിലെ, കാര്യം നമ്മുടെ നാട്ടിലാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു റബ്ബർ തോട്ടത്തിലൊക്കെ പോയി ഇരിക്കാം. കേരളം വിട്ട് തമിഴ്നാട് തൊട്ട് ഈ തറയിൽ നിന്ന് ഇത്രയും ഹൈറ്റുള്ള ചെടികളല്ലാതെ പിന്നെ മേളിലോട്ടില്ല. പിന്നെ വലിയ ചെറിയ മരങ്ങളൊക്കെ കാണും. പക്ഷെ നമുക്കൊന്ന് പാത്തിരിക്കാൻ, ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പറ്റിയ, നമ്മുടെ നഗ്നത മറയ്ക്കാൻ പറ്റിയ സൈസിലുള്ള ചെടികളൊന്നും കാണത്തില്ല. അപ്പം നമ്മൾ പലപ്പോഴും ഈ അതിരാവിലെ ഒന്നും എഴുന്നേറ്റുള്ള ശീലം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് ഉറങ്ങി നേരം വെളുക്കാതൊക്കെ ചെല്ലുന്ന സഭാഹോളിലും ഒക്കെ നേരം വെളുത്ത് പോയാൽ പിന്നെ എന്ത് ചെയ്യും, ആൾക്കാർ കണ്ടുകൊണ്ട് ടോയ്ലറ്റിൽ പോക്കോണ്ട്. അതേ ഉള്ളൂ മാർഗം. അപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഇൻസുലേഷൻ ടേപ്പ് ഉണ്ട്. ചുമന്നതോ കറുത്തതോ ഇൻസുലേഷൻ ടേപ്പ് ഇട്ടിട്ട് ഈ ടോയ്ലറ്റിൽ പോകേണ്ട ബോട്ടിൽ, ഞങ്ങൾ 5-6 പേരുണ്ട്. അപ്പം ഒരു സമയത്ത് തന്നെ 3-4 പേരൊക്കെ ടോയ്ലറ്റിൽ പോകണം, സമയമില്ല നമുക്ക് എല്ലാവരോടും. അപ്പം ടോയ്ലറ്റിൽ പോകേണ്ട ബോട്ടിൽസ് ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് അതിൻ്റെ തലയൊന്ന് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ചുറ്റും. അല്ലാത്ത ബോട്ടിൽസൊക്കെ ഞങ്ങൾക്ക് കുടിവെള്ളമാണ്, കുടിവെള്ളം. പിന്നെ വെറുതെ കൈ കഴുകാനുള്ള ബോട്ടിൽസ് വേറെയുണ്ട്. അപ്പം നമുക്കിപ്പോഴും വണ്ടിക്കകത്തൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൈ കഴുകാനുള്ള സാധാരണ കിണർ വെള്ളം വേറെ, കുടിക്കാനുള്ള വെള്ളം വേറെ. നിങ്ങളൊക്കെ അത് ചെയ്യാറുണ്ട്, എനിക്കറിയാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം പാത്രങ്ങൾ എന്തിനൊക്കെ ഉണ്ട്, ടോയ്ലറ്റിൽ പോകാനുണ്ട്. അത് ഹീനമായെന്ന് ഞാൻ പറയുന്നില്ല, വളരെ മോശം. അതിലൊക്കെ വൃത്തികേടൊക്കെ സംഭവിക്കാം, തറയെ വെക്കും, പലതും തെറിക്കാം, അതിൽ വൃത്തികേട് സംഭവിക്കാം. അപ്പം ഹീനമായ പാത്രവുമുണ്ട്, കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ബോട്ടിലാണ് നമ്മൾ ശരിക്കും കഴുകും. ആ ബോട്ടിൽ മാത്രമേ വായൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യത്തുള്ളൂ. നമ്മുടെ പെറ്റ് ബോട്ടിൽസ് അല്ലെങ്കിൽ കുടിക്കാനുള്ള ബോട്ടിൽസ് നമ്മൾ കൊണ്ടു കിടക്കുന്നത് ഇപ്പം മനോഹരമായ ബോട്ടിൽസ് ഉണ്ട്, ചിലതൊക്കെ ചർച്ചിലോട്ടുണ്ട് കൊണ്ടുവരുന്നുണ്ട് ബോട്ടിൽസൊക്കെ. അതിൻ്റെയൊക്കെ ഞാനും ഉൾപ്പെടെ എന്ത് ചെയ്യും, ഓരോ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ആണെങ്കിൽ ഞാൻ കുടിക്കുന്നുണ്ട്, എന്ത് ചെയ്യും, എൻ്റെ വായൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് നമ്മുടെ വായ മുട്ടുന്ന ഭാഗമൊക്കെ ബാക്ടീരിയ ഒന്നും വരാതിരിക്കാൻ നമ്മൾ കഴുകും. ബൈബിൾ ഇവിടെ എന്തോ പറഞ്ഞു, 20-21 വാക്യം മുഴുവൻ ചില പാത്രങ്ങളെ ശുദ്ധീകരിച്ച് സ്തോത്രം മാനത്തിനായിട്ടില്ലേ. ഇവിടെയൊക്കെ വീട്ടിൽ പാത്രങ്ങൾ ഉണ്ടെങ്കിലും ആലയത്തെ പാത്രത്തിന്റെ ഒരു പ്രത്യേകത പഴയ നിയമത്തിൽ നമ്മൾ കാണും. അപ്പം ആലയത്തിലെ പാത്രം എടുത്തിട്ട് ഒരു പോർഷൻ ബെൽസസർ, നിന്നെ ഞാൻ തൂക്കി കുറവുള്ളവനായി കണ്ടു, അതുകൊണ്ട് നിന്റെ രാജ്യവും നിന്റെ സാമ്രാജ്യവും നിന്റെ ഭരണവും നിന്റെ ജീവനും എല്ലാം പോകുമെന്ന് പറയാൻ കാരണം, വിശുദ്ധിക്കുള്ള പാത്രം, ആലയത്തിന് വേണ്ടി വെച്ച പാത്രം എന്ത് ചെയ്തു, സ്തോത്രം വീഞ്ഞു വിളമ്പാനും ഒക്കെ രാജാവ് ഉപയോഗിച്ചത്. ബെൽസസറിന്റെ ആ ഭാഗം നമുക്കറിയാമല്ലോ, പ്രവചന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. സ്തോത്രം ദാനിയേൽ പ്രവചന പുസ്തകത്തിലാണ്. അതുകൊണ്ട് ഈ പാത്രം വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുവാൻ നമ്മളെ ബൈബിൾ പറയുന്ന പുതിയ നിയമത്തിൽ വി ആർ എ ചോസൺ വെസൽ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ്. അപ്പം ചെറുപ്പക്കാരുടെ ഒക്കെ മധ്യത്തിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ മധ്യത്തിൽ ചിലർ പറയും ഞങ്ങൾ ബോൺ അഗെയിൻ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. ഒറ്റ എളുപ്പമുണ്ടല്ലോ പറയാൻ, ഒത്തിരി എണ്ണം ഉണ്ട് ഈ ബോൺ അഗെയിൻ. ആരോ രക്ഷിക്കപ്പെടാൻ പറഞ്ഞു, കടം മാറാം, ഇവിടെയൊക്കെ പറഞ്ഞു. രക്ഷിക്കപ്പെട്ടവരൊക്കെ കരു ഉയർത്തിയെന്ന് പറഞ്ഞാൽ കരു ഉയർത്തി. ചിലർ ഏറ്റു പറയാൻ പറഞ്ഞു, ഏറ്റു പറഞ്ഞു. ചിലർ പറഞ്ഞു കർത്താവ് ദാസം പറഞ്ഞു ഇനി സ്നാനപ്പെട്ടാലേ പറ്റൂന്ന് പറഞ്ഞു, സ്നാനവും പെട്ടു എന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് യു ആർ നോട്ട് എ ചോസൺ വെസൽ. നീ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ ഹൃദയംഗമായിട്ട് സമർപ്പിക്കുകയും ആ ദൈവത്തിന്റെ കോളിംഗ് അനുസരിച്ച് നീ നിൽക്കുകയും നീ തീരുമാനങ്ങൾ എടുത്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഈ കുടിക്കേണ്ട പാത്രങ്ങൾ ആലയത്തിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ തടച്ചു വെച്ചിട്ടുണ്ട്. എന്തുവാ, നമ്മൾ തിരുവത്താഴത്തിന് വിളമ്പണ്ട ഇത് ക്രിസ്റ്റലാണ്, വില കൂടി ക്രിസ്റ്റലാണ്.
അപ്പം അത് വളരെ ശ്രദ്ധിച്ച് കഴുകി അവിടെ സൂക്ഷിച്ച് അവിടെ തിരുവത്താഴത്തിന് എടുക്കത്തുള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ ജ്യൂസ് കുടിക്കത്തില്ല, ചായ കുടിക്കത്തില്ല, വേറെ ഒന്നും നമ്മൾ ഉപയോഗിക്കത്തില്ല. വിശുദ്ധിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി. അപ്പം എത്രത്തോളം എന്നെ, ഹൗ മച്ച് എ കോളിംഗ്, എ ഹയർ കോളിംഗ് ഐ ഹാവ്, എത്രത്തോളം ഉയർന്ന ഒരു വിളി എനിക്കുണ്ട്, അതനുസരിച്ചാണ് എൻ്റെ പാത്രത്തെ ഞാൻ വിശുദ്ധീകരിക്കേണ്ടത്. അതനുസരിച്ചാണ്. അപ്പൊ ആ വ്യക്തിക്ക് തീരുമാനമുണ്ട്, അല്ല ആ ദൈവദാസൻ ഇങ്ങനെയൊക്കെ നടക്കുന്നല്ലോ, ആ സഭയിൽ എങ്ങനെ വേണേലും ആകാമല്ലോ. അതൊന്നും വിഷയമല്ല. നിന്നെ വിളിച്ചിരിക്കുന്നത് എങ്ങനെ? നിന്നെ വിശുദ്ധിയുള്ള ഒരു പാത്രമായിട്ടാണോ വിളിച്ചിരിക്കുന്നത്? അങ്ങനാണെങ്കിൽ നീ എന്ത് ചെയ്യണം? നിന്നെ തന്നെ വിശുദ്ധിക്കായിട്ട് സമർപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ആ ആലയത്തിൽ വിശുദ്ധിക്കായിട്ട് ദൈവം ഉപയോഗിക്കുന്ന പാത്രവും ഒരു ഭവനത്തിൽ തന്നെ, അങ്ങനല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഉടമസ്ഥൻ പരിശുദ്ധനായ ദൈവമാണ്. ഈസ് എ ഹോളി ഓഫ് ദ ഹോളീസ്. താൻ വസിക്കുന്നത് വിശുദ്ധിയിൽ വസിക്കുന്ന, വിശുദ്ധി മാത്രം. വിശുദ്ധി കൂടാതെ തന്നെ കാണുവാൻ കഴിയത്തില്ല, വിശുദ്ധി കൂടാതെ തന്നെ അടുക്കുവാൻ കഴിയത്തില്ല. പഴയ നിയമമാണ് അക്ഷരീകമായിട്ട് കാലിലെ ചെരുപ്പുകൾ മാത്രമല്ല, ഈ നിൽക്കുന്ന സ്ഥലം എന്തുവാ? വിശുദ്ധിയുള്ള കാലിലെ ചെരുപ്പ് വരെ അഴിക്കാൻ പാടില്ല. ചില സമയത്ത് കർത്താവിന് സംസാരിക്കാൻ നിന്റെ ഭാര്യ, കുടുംബം, സഹോദരങ്ങൾ, നിന്റെ ജനത്തെ വിട്ട് വിശുദ്ധിയോടുകൂടി ഒരു 40 ദിവസമൊക്കെ സീനായ് പർവ്വതമാണെങ്കിലും മരുഭൂമിയാണെങ്കിലും അവിടെ ഇരുന്ന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ തന്നെ വിശുദ്ധിക്കായിട്ടും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സമർപ്പിച്ച് വിശുദ്ധിയുടെ ആ ഒരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവൽ എത്തി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവം ഇടപെടാൻ തുടങ്ങുന്നത്, ദൈവം കൽപ്പന കൊടുക്കാൻ തുടങ്ങിയത്, ദൈവം പ്രമാണം കൊടുക്കാൻ തുടങ്ങിയത്, ദൈവം ഇനിയുള്ള ശുശ്രൂഷ ദൈവം സംസാരിക്കാൻ, ദൈവമായ ശുശ്രൂഷ ചെയ്യുമ്പോൾ അധികാരം കൊടുക്കാൻ തുടങ്ങി. ആ ദൈവത്തെ തന്നെയല്ല ഇന്നും സേവിക്കുന്നത്. വല്ല മാറ്റമുണ്ടോ? മോശ സേവിച്ച ദൈവത്തെ തന്നെയല്ല ഇന്നും സേവിക്കുന്നത്. പ്രമാണത്തിൽ ഒറ്റ മാറ്റമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ അറിയാതെ ഒരു കുറവൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ കല്ലെറിയുന്നില്ല. യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, കൃപ തരുന്നു, ബലം തരുന്നു. ഉടനെ ശിക്ഷിക്കുക മാത്രമല്ല, വീണ്ടും നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു കൃപ, ഒരു ഗ്രേസ്. നിന്റെ വിളി അനുസരിച്ച് ഇനി മാറാനുണ്ട്, ഒരുങ്ങ. പരിശുദ്ധാത്മാവാം ദൈവം ഒരു കീപ്പറായിട്ട്, ഒരു കാര്യസ്ഥനായിട്ട്, ഒരു ഗൈഡായിട്ട്, ഒരു ടീച്ചറായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ പാത്രത്തെ, നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന്റെ ആലയം. പഴയ നിയമത്തിൽ ഒരു ഹോളായിരുന്നു. പഴയ നിയമത്തിൽ ഒരു അതിവിശുദ്ധ സ്ഥലം മനുഷ്യന്റെ കൈപ്പണിയാൽ നിർമ്മിക്കപ്പെട്ടതായിരുന്നു. ശലോമോനോ അത് കഴിഞ്ഞു വന്ന രാജാക്കന്മാരോ ഒക്കെ നിർമ്മിച്ചതായിരുന്നു. ഇവിടെ എന്തുവാ? മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട ഒന്നിലുമല്ല ഞാൻ വസിക്കുന്നത്. സ്തോത്രം. ദൈവത്താൽ പണിയപ്പെട്ട, നിന്നെ വിശുദ്ധിക്കായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണെങ്കിൽ ഈ പാത്രത്തിനകത്ത് കർത്താവ് നിറയ്ക്കുന്ന 2 കൊരിന്ത്യർ 4:7 ഒന്ന് വായിച്ചാൽ. 2 Corinthians 4:7. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളൂ. ഈ അത്യന്ത ശക്തി എന്റേതല്ല, ദൈവത്തിൻ്റെതാ. ഈ ജ്ഞാനം, ഈ ശക്തി, ആ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തിയും ജ്ഞാനവും കൊണ്ടേ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോട് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. നീ അത് ലോകത്തിന്റെ ബുദ്ധി വെച്ച് അനലൈസ് ചെയ്താൽ നീ ഒരു പോയിന്റിലും എത്തത്തില്ല, തർക്കിച്ച് നിൽക്കത്തേ. എന്തിനാണ് അത്രയും വിശുദ്ധി? എന്തിനാണ്? അല്ലെങ്കിലും പ്രധാനപ്പെട്ട സ്വർഗത്തിൽ പോകുമല്ലോ, അവർ ജീവിക്കുന്ന കണ്ടില്ലേ, എൻ്റെ ഫ്യൂച്ചർ നോക്കണ്ടേ, എൻ്റെ കാരിയർ നോക്കണ്ടേ, നന്മ വേണ്ടേ, പണം വേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ നിൽക്കും. ലോകത്തിന്റെ ബുദ്ധി, ജാതികൾ പറയുന്ന പോലെ തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കും. പക്ഷെ എൻ്റെ ജീവിതം ശരിക്കും രക്ഷിക്കപ്പെട്ട അത് ഒരു വ്യക്തി, എൻ്റെ ജീവിതം അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി, തീർച്ചയായിട്ടും കർത്താവ് ആ പാത്രത്തെ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്തിനാലാ കർത്താവ് നിറച്ചിരിക്കുന്നത്? സ്തോത്രം. ഈ മൺപാത്രത്തെ ദൈവത്തിന്റെ വിലയേറെ ട്രഷർ എന്ന ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കണം. ദിസ് ട്രഷർ ഈസ് ലെയ്ഡ് ഇൻ ദിസ് earthen vessel. അല്ലെങ്കിൽ ഈ മൺപാത്രത്തിൽ ദൈവത്തിന്റെ വിലയേറിയ ഒരു നിക്ഷേപം, ഒരു നിധി. ഈ അത്യന്ത ശക്തിയാണ് ആ നിധി. നിന്നെ നിറച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിന്നെ നിറച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ വാക്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. നീ ദൈവത്തിന് വേണ്ടിയുള്ളവനാണോ? നിന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നു, നിന്നെ ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണോ? നിന്നെ പരിശുദ്ധാത്മാവിനാൽ, ഇത് വലിയ ദൈവത്തിന്റെ ഒരു നിധിയാണ്. ഈ അത്യന്ത ശക്തിയാൽ, ആത്മാവിന്റെ ശക്തിയാൽ നിന്നെ നിറച്ചിരിക്കുന്നു നമ്മൾ കണ്ടു. നിന്റെ മേലുള്ള മുദ്ര ആരുടെയാ? ഞാനല്ല പറയേണ്ടത്. സ്തോത്രം. നിങ്ങൾ സാക്ഷ്യം പറയാനുള്ള സമയത്തൊക്കെ നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തതിന്റെ കാരണം എന്നാണെന്നറിയാം. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, ആർക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കേണ്ടത്?
ഒത്തിരി കർത്താവിന് വേണ്ടി സംസാരിക്കും. ഒരാഴ്ച മുഴുവൻ നിങ്ങൾ കൊണ്ട് പ്രിപ്പയർ ചെയ്യാനല്ല, ദൈവത്തിന് പ്രാപിച്ചത് മറ്റുള്ളവരെ എൻകറേജ്മെന്റ് ആയിട്ട് പറയുവാൻ. അവിടെ ഈ അത്യന്ത ശക്തി എൻ്റെ മേൽ പകർന്നു. അത് മിണ്ടാതിരിക്കാനല്ല, ദൈവത്തിന് പ്രാപിച്ച് പറയുവാനാ എന്നുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ലാതെ പാസ്റ്റർ നിർബന്ധിക്കുന്ന പരിപാടി നിർത്തി. അവൻ നമ്മളോട് ഇടപെടുന്നത് പറയുമ്പോഴാണ് സ്തോത്രം അത് സഭയിൽ അത് പുതിയ മന്നയായി തീരുന്നത്. അല്ലെങ്കിൽ അത് ചീഞ്ഞ മന്ന ഇവിടെ കൊണ്ടുവന്നിട്ട് പഴയ മന്ന ഇവിടെ കൊണ്ടുവന്ന് വിളമ്പിയാലൊന്നും അത് ചീഞ്ഞു പോകത്തേ ഉള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. അല്ലല്ലേ ഈ അത്യന്ത ശക്തി എൻ്റെ മേൽ പകർന്നിരിക്കും. നമ്മൾ മർക്കോസി നേരത്തെ വായിച്ച്, മത്തായിൽ നിന്ന് ഒന്നുകൂടി വായിക്കാം. ആരുടെ മുദ്രയാണ് നിന്റെ മേലുള്ളത്? കാര്യം ഓരോ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഓരോ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ഓരോ 4 സുവിശേഷങ്ങൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും അതിന്റെ ഫോക്കസ് കൊടുത്തിരിക്കുന്ന ഓരോ പോയിന്റിന്. 22-21 വായിച്ച മത്തായി 22-21. അവർ പറഞ്ഞു, എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുമെന്ന് അവൻ അവരോട് പറഞ്ഞു. നിന്റെ സ്വരൂപവും നിന്റെ മേലെഴുത്തും ആരുടെ എന്ന് ചോദിച്ചപ്പോൾ സ്തോത്രം ഇത് കൈസർ. ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിന്റെ സ്വരൂപവും നിന്റെ മേലെഴുത്തല്ലേ. നീ ആരെ പോലാ സംസാരിക്കുന്ന, ആരെ പോലാ നീ ആകുന്നത്. നിന്റെ വിളി നിന്റെ സ്വഭാവത്തിൽ വെളിപ്പെടും. നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ സ്തോത്രം ലോകത്തിന് മുമ്പിൽ നിന്റെ വിളി ഏതാന്ന് വെളിപ്പെടും. യുവർ കോളിംഗ്. നീ ആരാ? നീ ശരിക്കും രക്ഷിക്കപ്പെട്ട ആണോ? നീ ആർക്ക് വേണ്ടി? നീ ലോകത്തിന് വേണ്ടിയാണോ സംസാരിക്കുന്നത്? കൂടുതൽ പണത്തിന് വേണ്ടിയാണോ സംസാരിക്കുന്നത്? അതോ നീ യേശുവിന് വേണ്ടി, നിനക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുവിന് വേണ്ടിയാണോ നീ സംസാരിക്കുന്നത്? നിന്റെ വിളിയും നിന്റെ മേലുള്ള മുദ്രയും ആരുടെയാ എന്ന് വെളിപ്പെടണം. ഈ ദിവസങ്ങൾ വെളിപ്പെടും. ഇനി നീ ഹല്ലേലൂയ എന്തെങ്കിലും മറച്ച് നിനക്കൊരു കാഴ്ചപ്പാടും ലോകത്തിന്റെ നന്മ പ്രാപിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടും ഇവിടെ വരുമ്പോൾ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ക്രൂശിന്റെ കാഴ്ചപ്പാടുമാണെങ്കിലും ബൈബിള് പറയുന്നു നിന്റെ ഉള്ളിലുള്ള കാഴ്ചപ്പാട് എന്തുവാന്ന് കുറച്ചു നാളെ നിനക്കത് മറച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. ദൈവം അത് പുറത്തു കൊണ്ടുവരും. അപ്പോഴാണ് നമ്മൾ ഈ പലപ്പോഴും കാണുന്ന മോഡിലേക്ക് അത് കിടക്കുന്നത്. ദൈവം തന്നെ ചില കാര്യത്തിനൊക്കെ തീരുമാനമെടുക്കുന്ന ഒരു മോഡിലേക്ക്. അതുകൊണ്ട് നിന്റെ ഉള്ളിലുള്ള കാഴ്ചപ്പാട് ഈ ദിവസങ്ങൾ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാം. ബൈബിൾ വേറൊരു ഭാഗത്ത് പറഞ്ഞു, അത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാനത് നിരത്തി വെക്കും. നീ വലിയ ആത്മീയനാന്ന് പറയുകയും നീ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കും എന്ന് പറയുമ്പോൾ ശരിക്കും നീ നിനക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? നീ നിന്നെ വിളിച്ച കർത്താവിന് വേണ്ടിയാണോ ജീവിക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാട് പുറത്തു കൊണ്ടുവരുമ്പോൾ ലോകം മുഴുവനും അറിയും നിന്റെ മേലെഴുത്താതെയാണ്. കൈസർക്ക് വേണ്ടിയുള്ളവൻ, കൈസർ എന്ന് പറയുന്നത് വേറെ ചെറിയ ആളൊന്നും അല്ല, പല രാജ്യങ്ങൾ ഭരിക്കുന്ന റോമൻ ചക്രവർത്തിയാണ്. കൈസർക്ക് വേണ്ടി, നീ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവനാണോ? ലിവ് ഫോർ ദ വേൾഡ്. ദൈവത്തിന് ദൈവസന്ധിയിൽ സമയം കളയണ്ട. ഹല്ലേലൂയ. അല്ല അങ്ങനത്തെ കൂട്ടങ്ങൾ കാണും. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ എൻകറേജ് ചെയ്യുന്ന, ലോകത്തിനും വലിയവനാവും, ലോകത്തിൽ പണം ഉണ്ടാകും. ഹല്ലേലൂയ. ലിവ് ഫോർ ദ വേൾഡ്. പക്ഷെ നീ യേശുവിന് വേണ്ടിയുള്ളവനാണോ? നീ ദൈവസന്ധിയിൽ സമർപ്പിക്കുന്ന ഒരു മാനമുള്ള പാത്രമായിട്ട്. ഞാൻ പറഞ്ഞില്ല, എത്ര പണം നീ ഉണ്ടാക്കിയാൽ, 1000 കോടി നീ ഉണ്ടാക്കിയാൽ നിന്നെ മാനിക്കേണ്ടതാരാ? അതുകൊണ്ട് മാനം വന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എത്ര ആൾക്കാരാണ് ഇതെങ്ങനെ നശിച്ചു പോയത്, ഈ ബിസിനസ് സാമ്രാജ്യം എങ്ങനെ നശിച്ചു പോയത്, ഈ വലിയ ആൾക്കാരെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒത്തിരി, അല്ലെങ്കിൽ ഇന്ന് വീണ്ടും കിടന്ന് റൗണ്ട്സ് അടിക്കുന്നുണ്ട്. ബൈജൂസ് ആപ്പിന്റെ ബൈജു ഇത്രയും കോടിയിൽ നിന്ന് 10,000 കോടിയിൽ നിന്ന് എങ്ങനെയാണ് താൻ ഒന്നുമില്ലാതായി, സീറോ, ആ സാമ്രാജ്യം ഇല്ലാതായി പോയത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വേറെ ചില ഇതുപോലത്തെ ബിസിനസ്സുകാരെ പറ്റി കണ്ടു. അല്ല, ഞാൻ പറഞ്ഞില്ലേ, 1000 കോടി 10,000 കോടി ഉണ്ടെങ്കിലും നിന്നെ മാനിക്കേണ്ടത് ആരാ? ദൈവമാ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവ ഇഷ്ടത്തിനായിട്ട്, അല്ല ദൈവസന്നിധിയിൽ ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ താഴ്ത്തി സമർപ്പിക്കുവാനല്ല പറഞ്ഞത്. ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ കർത്താവ് ഹൃദയങ്ങളെയും ഹൃദയ വിചാരങ്ങളെയും ദൈവ ഇഷ്ടത്തിനായിട്ട് അങ്ങ് സമർപ്പിക്കും. നിന്റെ എല്ലാ കാര്യങ്ങളും ദൈവം റെഡിയാക്കും. നിന്റെ എല്ലാ കാര്യങ്ങളും ദൈവം നിയന്ത്രിക്കും. 20-ലും 21-ലും നല്ലൊരു ഉദാഹരണമാണ്. ഒരു ഭവനത്തിൽ പല പാത്രങ്ങൾ ഉണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനല്ലേ? ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും അതുപോലെ തന്നെ മരവും കല്ലും ഒക്കെയുള്ള പല പാത്രങ്ങളുണ്ട്. അത് ഹീനപാത്രമാണോ? ചിലത് ഹീന കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, ചിലത് മാനമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കും എന്ന് വചനം ഒരു ഭവനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ. ഒരു വേദനയുള്ള കാര്യമാണ്, വിഷമമുള്ള കാര്യമാണ്. പക്ഷെ സത്യം ഇതാ, ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഒരു കുടുംബത്തിൽ തന്നെ ചില പാത്രത്തെ ദൈവം മാനമുള്ള പാത്രമായിട്ട് ദൈവം വിളിച്ചിരിക്കുക. അത് വരും ദിവസങ്ങൾ അത് വെളിപ്പെടും. സ്തോത്രം. ചിലരെ ഹല്ലേലൂയ ദൈവം മാനിച്ചില്ല, പിന്നെ എന്താണ് ബൈബിള് പറഞ്ഞത്? ഹീനപാത്രമായി തീരും.
ഒരു ആത്മീയ കുടുംബമാകുന്ന സഭയിൽ ചിലരെ ദൈവം മാനപാത്രമായിട്ട് ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോട് നിൽക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുക. നമ്മൾ എന്തു ആവശ്യിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു ഉപവാസ ജീവിതം ഉണ്ടോ? ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴറിയാവുന്ന ട്രെൻഡ് എന്ന് പറയുന്നത്, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് സഭകൾ വിളിക്കുന്ന ശുശ്രൂഷകരുടെ ഭയങ്കരന്മാരാണ്. അവർക്കറിയാം ഇളക്കാൻ, അവർക്കറിയാം ജനത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കാൻ. അതുപോലത്തെ കള്ളപ്രവചനങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്തതൊക്കെ പ്രവചിക്കും. രാവിലെ വരുന്ന ഒരാൾ ഒന്ന് പറയും, വൈകിട്ട് വരുന്ന ഒരാൾ വേറെ ഒന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ച പദം ഉപയോഗിച്ചത്. മറ്റന്നാൾ 7 ദിവസത്തെ ഉപവാസത്തിന് 14 പ്രവാചകന്മാർ പറഞ്ഞ 14 എണ്ണം പറഞ്ഞിട്ട് പോയി. അതിലേതാ സത്യം എന്ന് പലപ്പോഴും വിശ്വാസികൾ തമ്മിലിരുന്ന് അനലൈസ് ചെയ്യുന്ന പല സഭകളും ഞാൻ കണ്ടിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അതിന് സാക്ഷിയായിട്ടൊക്കെ തീരേണ്ട വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഏതാണ് ശരിക്കുള്ള ദൈവത്തിൻ്റെ ആലോചന? രാവിലെ വന്ന ഒരാൾ പറയും. അപ്പം ഈ കോഡ്ലെസ് മൈക്കും കൊണ്ട് ഇവിടെ ഇതിലേക്കൂടെ ഓടി നടന്ന് ഇളക്കുന്ന ഉപവാസ പ്രാർത്ഥനകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ശരിക്കും അതാണ് ഉപവാസ പ്രാർത്ഥന. ഈ പലത് കേൾക്കുവാൻ, പല ടൈപ്പ് കേൾക്കുവാൻ, പലയിടത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാർ വന്ന്, പൊതു ശുശ്രൂഷകർ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതാണോ ദൈവമക്കളെ ഉപവാസ പ്രാർത്ഥന? അത് പേഴ്സണൽ ഉപവാസമാണെങ്കിലും സഭയായിട്ടുള്ള ഉപവാസമാണെങ്കിലും കർത്താവേ പ്രൈസ്, ഞാൻ പറഞ്ഞില്ല, ഇത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് അടുക്കുക, ന്യായവിധിയുടെ പുസ്തകങ്ങളിലേക്ക് അടുക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നെ ഒരു മാനമുള്ള പാത്രമായിട്ട് ഉപയോഗിക്കണമേ. ലോർഡ് ആം ഐ എ ചോസൻ വെസൽ. എന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്റെ കുടുംബക്കാരുടെ മധ്യത്തിൽ. ഇനി ഒന്നുകൂടി വ്യക്തിപരമായിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ടല്ലോ, എന്റെ സഹോദരങ്ങളുടെ മധ്യത്തിൽ എന്നെ ദൈവത്തിന് വേണ്ടി പ്രയോജനമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണെങ്കിൽ കർത്താവെ വീണ്ടും വിശുദ്ധിയോടുകൂടി, നമ്മളൊക്കെ നേരത്തെ കണ്ടില്ലേ ദൈവത്തിന്റെ അത്യന്ത ശക്തി, എത്രത്തോളം നീ വിശുദ്ധീകരണം പ്രാപിക്കുന്നു, ഈ ദൈവത്തിന് വിലപ്പെട്ട ഈ അത്യന്ത ശക്തി, ഈ നിക്ഷേപം, ഈ ട്രഷർ അല്ലല്ല, ഈ മൺപാത്രത്തിൽ കർത്താവെ അതിനൊന്നും യോഗ്യനല്ല ഞാൻ, പക്ഷെ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആരും, ഞാൻ ഉൾപ്പെടെ യോഗ്യരല്ല, സ്തോത്രം, വെറും മണ്ണ് അല്ല. പക്ഷെ ദൈവം നമ്മളെ യോഗ്യരെന്ന് തെരഞ്ഞെടുത്ത് ആത്മാവിനാൽ നിറച്ച ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് മതി ദൈവമക്കളെ ആരാധന ഉയരുവാൻ. വേറെ ആരും ഇതിന്റെ ഇടയിൽ കൂടെ ഓടി നടന്ന് ഇളക്കേണ്ട ആവശ്യമില്ല. ആരാധന ഉള്ളിൽ നിന്നാണ് ഉയരേണ്ടത്. ആരാധന സബ്വൂഫറിന്റെ സൗണ്ടിൽ നിന്നല്ല, ആരാധന ഒരു ഇമോഷണൽ മൂവിൽ നിന്നല്ല, നിങ്ങളെ ഇളക്കുവാൻ വരുന്ന വാക്കുകളുടെ പ്രസന്റേഷനിൽ നിന്നല്ല ദൈവമക്കളെ ആരാധന ഉയരണം. അല്ലേ, ഏലിയാവ് ശാന്തമായിട്ട് അവിടുന്ന്, പക്ഷെ ആ ഹല്ലേലൂയ ദൈവത്തോട് പറയുന്നതിന് മുമ്പേ, തീ ഇറങ്ങുവാൻ പറയുന്നതിന് മുമ്പേ താൻ ചെയ്തത് എന്തുവാ? ഒരു ക്രമീകരണമാ. വീണ് കിടക്കുന്ന കല്ലുകൾ പ്രമാണപ്രകാരം ഒന്ന് പണിത്. എന്റെ ജീവിതം എനിക്കേ അറിയത്തു, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കും. അവിടെ എവിടെയെങ്കിലും വീണ് കിടക്കുന്ന ഏരിയകൾ ഉണ്ടെങ്കിൽ ഒന്ന് പണിയപ്പെടുവാണെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ പകൽക്കാലം സമർപ്പിച്ച് കർത്താവ് വിശുദ്ധിയുള്ള പാത്രമായിട്ടാണല്ലോ എന്നെ വിളിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് ഒരു ഭവനത്തിൽ തന്നെ പല ടൈപ്പ് പാത്രങ്ങളുണ്ടെന്ന് എഴുതിയിരിക്കുന്നു. മാനത്തിനുള്ളതും ഹീനത്തിനുള്ളതും. കർത്താവ് എന്നെ ഹീനമാക്കി തീർക്കല്ലേ. ഹല്ലേലൂയ. ഞാൻ ലോകത്തിനു വേണ്ടി അറിയാതെ പണത്തിന്റെ പുറകെ പോയിട്ട് എന്നെ ദൈവകൃപയില്ലാതെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന ആ നിമിഷം ദുരാത്മാവ് കയറി വ്യാപരിക്കും. അതിന് അഭിഷക്തനായ ശൗലാണെങ്കിലും അതിന് ആരാണെങ്കിലും, ഹല്ലേലൂയ, പ്രവാചകനായ ബിലിയാമാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോകുന്ന നിമിഷം, ഹല്ലേലൂയ, അതിന് യേശുവിന്റെ ശിഷ്യനായ യൂദാസാണ്. ദ്രവ്യാഗ്രഹമാണ് തന്റെ ജീവിതത്തിലും സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്ന നിമിഷം ദുരാത്മാവ് കയറി വ്യാപരിക്കും, ഹീനപാത്രമായി തീരേണ്ടി വരും. ഹല്ലേലൂയ. അങ്ങനെ ഒന്നും നമ്മുടെ കുടുംബത്തിലോ ആരുടെ ജീവിതത്തിലും സംഭവിക്കാതെ നമ്മുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിനുവേണ്ടി നീ ചെയ്യേണ്ട 2 വാക്യം കൂടി പറഞ്ഞു നിർത്താം. 23-ാമത്തെ വാക്യം. യവനമോഹത്തെ, ഫ്ലീ ഫ്രം വേൾഡ്ലി ലസ്റ്റ്. ഈ ലൗകിക മോഹത്തെ നീ എന്ത് ചെയ്യണം? കൺമോഹം, ജഡമോഹം, ജീവിതത്തിൽ എനിക്ക് വലിയവനാകണം, കാണുന്ന നല്ലതൊക്കെ എനിക്ക് വേണം, പിടിച്ചു വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയോ വസിക്കുകയോ ചെയ്യുന്നുണ്ട്, നിർത്തിക്കോ. ആഗ്രഹങ്ങളൊക്കെ കാണും. സ്തോത്രത്തോടുകൂടി ഒരു വട്ടം ദൈവത്തോട് പറയുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോണ്ടിയിട്ട് തരണേ കർത്താവേ, തരണേ തരണേ. യാചകനായിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് കൂടിയിരുന്ന് കർത്താവിന്റെ മണവാട്ടിയായിട്ടിരുന്ന് ജയിക്കുന്നവനെ എന്നോടുകൂടി എൻ്റെ സിംഹാസനത്തിൽ യു വിൽ റൂൾ വിത്ത് മീ, എന്നോടുകൂടി വാഴും.
ആ വിളിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി ഒരു സ്റ്റാൻഡേർഡ്സിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ലോകത്തിന്റെ നന്മ യേശുവിനും ഇല്ലായിരുന്നു, അപ്പോസ്തലന്മാർക്കും ഇല്ലായിരുന്നു. അതല്ല അതിന്റെ വഴി. നിങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഹുമന്യോസും ഫിലത്തോസും ഒക്കെ ഉള്ളവർ പ്രസംഗിച്ച ആ ടീച്ചിങ്ങിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അർബുദവ്യാധി പോലും നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ജീവനുള്ള സെല്ലുണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യും? ഇല്ലാതായി തീരും, അത് കേൾക്കാൻ പോയാൽ. എന്നിട്ട് 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞല്ലോ ലോകമോഹമാണോ? അതിൽ നിന്ന് മാറി എന്ത് ചെയ്യണം? ഭയങ്കരമായിട്ട് ലോകമോഹം എൻ്റെ ഉള്ളിൽ വരുന്നു, ലോകത്തിന്റെ മോഹം വരുന്നെങ്കിൽ ഞാനെന്നാ ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കാനല്ല പറയുന്നത്. ബൈബിൾ എന്തുവാ പറയുന്നത്? അത് ഭയങ്കര ഡേഞ്ചറാ. അതുകൊണ്ട് ലോകമോഹത്തെ വിട്ട് നീ എന്ത് ചെയ്യണം? റൺ അവേ, ഫ്ലീ ഫ്രം ദർ, വിട്ട് ഓടുവീൻ. പരിശുദ്ധാത്മാവാ പറയുന്നത്. ഓരോ വാക്യങ്ങൾ ഓരോ കാര്യങ്ങളെ പറ്റിയാ പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ആവശ്യമില്ല. അതിന് ചിലരോട് എത്ര പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് തർക്കിച്ചും ബാധിച്ചും ഒന്നും നിൽക്കണ്ട. കർത്താവിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? നമുക്ക് തർക്കിച്ചും ബാധിച്ചും, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് പലരോട് ശ്രമിച്ചിട്ടുണ്ട്, അത് സഭയിലുള്ളവരോട് ശ്രമിച്ചിട്ടുണ്ട്. അത് അറിയാതെ അങ്ങ് വാദമൊക്കെ ആയി പോകുന്നത്. ആദ്യം സൗമ്യതയോടുകൂടിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒട്ടും അങ്ങോട്ട് മനസ്സിലാകാതിരിക്കുമ്പോൾ മോഡ് 2, നമ്മുടെ ഈ ഇപ്പോഴത്തെ വണ്ടികളെല്ലാം എക്കോ മോഡും ഉണ്ട്, നോർമലും ഉണ്ട്, സ്പോർട്ട് മോഡും ഒക്കെ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? മോഡ് അങ്ങോട്ട് മാറ്റുന്നത്. വേറെ ഒന്നുമല്ല, മോഡ് മാറ്റുമ്പോൾ നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ എന്നെ ഇത്രയും സ്റ്റബേൺ അല്ലെങ്കിൽ റഫായി തീരുന്നത്. റഫൊന്നും ആയി പോകുന്നതല്ല. ഒരു ടീച്ചർ അല്ലെ പഠിപ്പിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? ഒട്ടും അങ്ങോട്ട് തലയ്ക്കകത്ത് കയറാതിരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ടീച്ചർമാരൊക്കെ ചില സമയത്ത് എന്ത് പറയും? കഴുതേ എന്നൊക്കെ വിളിക്കാറില്ലേ? കിളിയൊക്കെ കേട്ടിട്ടില്ലേ? ഒന്ന് പറയുന്നതൊന്ന് മനസ്സിലാകടാ, ഒന്ന് മനസ്സിലാകടി എന്നൊക്കെ പറയാറില്ലേ? അതെന്തിനാ ടീച്ചറെ പറയുന്നത്? നിന്നെ ഡിസ്ഗ്രേസ് ചെയ്യുവാൻ കഴുതയെന്ന് വിളിച്ചതാണോ? അല്ല. ആ ഒരു ഡം ഹെഡ് അല്ലെങ്കിൽ ഒരു ഡോങ്കി ബ്രെയിൻ, ആ തലച്ചോറൊന്ന് വർക്ക് ചെയ്യട്ടെ, അതിലോട്ടൊന്ന് രക്തം ഓടട്ടെ. നിനക്ക് ഇപ്പം മനസ്സിലാകത്തില്ല. ചെറുപ്പക്കാരുടെയൊക്കെ ജീവിതത്തിൽ ഭോഷത്വമാണെന്നാ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അവിടെ അവർ പറയുന്ന വാക്കും കേട്ടോണ്ടിരിക്കില്ലെന്ന് പേരൻസിനോട് പറയുന്നുണ്ട്. അവരുടെ മനസ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? അതൊരു പ്രായത്തിന്റെ കുഴപ്പം. അവർ പിന്നെ അത് പഠിച്ചു വരുമ്പോൾ ഇച്ചിരി സമയമാവും അവരത് പഠിച്ചു വരുമ്പോൾ. അപ്പോൾ ദൈവം നമ്മളെ ഈ ട്രെയിൻ ചെയ്യുന്നതൊക്കെ ചിലപ്പം ഇപ്പോഴും നമുക്കത് നമ്മുടെ ജഡം ഉയർന്നിരിക്കുമ്പോൾ നമുക്കത് റിബലായി തോന്നും. വരും ദിവസങ്ങൾ ആദ്യ നൂറ്റാണ്ടിലെ പോലുള്ള അനുഭവം ദൈവമക്കളെ കേരളത്തിലും വരും. നാളെ ഞാൻ ഒരാളോട് പറഞ്ഞു പിന്നെ കേരളം ഇങ്ങനെ താഴെയാണ് കിടക്കുന്നത്, നമുക്ക് യുദ്ധമൊന്നും വരും. തൊട്ടടുത്ത ശ്രീലങ്ക ചൈന പിടിച്ചടക്കുക. ഓൾറെഡി ചൈനീസാണ്. ഞങ്ങൾ ശ്രീലങ്ക ചെന്നപ്പം കണ്ടു. അവിടെ കടയിൽ ചെന്ന് അവർ നമ്മളോട് ചോദിക്കും, ഞങ്ങളൊരു പാസ്റ്ററിന് സെറാമിക് ഈ ടോയ്ലറ്റിന്റെ സെറാമിക് ടാങ്ക് ഒക്കെ കൊമോഡ് വാങ്ങിക്കാൻ ചെന്നപ്പോൾ, നിങ്ങൾക്ക് ചൈനീസ് വേണോ? നിങ്ങൾക്ക് ഇത് ചൈനീസിന് 4 വില കുറവാണ്, നിങ്ങൾക്ക് ശ്രീലങ്കൻ വേണേ ഭയങ്കര വില ചോദിച്ചു. അപ്പോൾ ഓരോന്നും കടയിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന അവിടുത്തെ ഹൈവേയും റോഡും എല്ലാം ചൈന 8,000 മില്യൺ കോടിയോ ഏതാണ്ട് ശ്രീലങ്കൻ ഗവൺമെന്റ് ചൈനീസിന് കടപ്പെട്ടിരിക്കുന്നത്. അവസാനം അത് ചൈനീസ് കോളനിയായി മാറും. ചൈന ഫ്രീ ആയിട്ട് കാശ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ശ്രീലങ്കയിലെ നിങ്ങൾ ഗ്രാമീണ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് അത് ഒന്നുകൂടി മനസ്സിലാകുന്നത്. പട്ടണത്തിൽ കൊളംബോയിൽ ചെന്നാൽ നിങ്ങൾക്ക് അത്രയും മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. മറ്റുള്ള സ്ഥലത്ത് ഞങ്ങളൊരു 5 ജില്ലയിൽ കൂടെ വണ്ടി റെന്റിനെടുത്ത് ഓടിച്ച് പല ദേവദാസന്മാരെയൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് അകത്തോട് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ചൈന ഓൾറെഡി ശ്രീലങ്ക എന്ത് ചെയ്തു? സ്വന്തമാക്കി. കാരണം ഇനി ആ പറയുന്ന 8,000 ചില്ലുവാനും മില്യൺ കോടിയൊന്നും തിരിച്ചടയ്ക്കാനൊന്നും ശ്രീലങ്കയ്ക്ക് അത് പോട്ടെ ഒന്നും കഴിഞ്ഞില്ല. അപ്പൊ ചൈനയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ചൈന പറയുന്ന പോലെ ഇനി അത് കേൾക്കും. അപ്പം പിന്നെ കേരളത്തിൽ തൊട്ടടുത്ത് കിടക്കും ഈ നമ്മുടെ തമിഴ്നാട് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുനിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ അല്പം ബോട്ട് ഓടിച്ച് വരെ എന്ത് ചെയ്യാം? 3 മണിക്കൂർ ഒരു സ്ഥലത്ത് തമിഴ്നാടിന്റെ ഒരു പോയിന്റിൽ നിന്ന് ബോട്ട് ഓടിച്ച് 3 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കൻ അവിടെ ചെല്ലും. അപ്പൊ അത്രയും ദൂരത്തിൽ കിടക്കുന്ന അപ്പം കേരളത്തിനും ഉണ്ട്. കേരളത്തിന് യുദ്ധമൊന്നും വരത്തില്ലൊന്നും ചിന്തിക്കേണ്ട. ഈ സ്വാതന്ത്ര്യം, സുവിശേഷ സ്വാതന്ത്ര്യം ഒക്കെ മാറിപ്പോകും. ഇനി വരാൻ പോകുന്ന കഷ്ടതയുടെ കാലഘട്ടത്തിലും ഹല്ലേലൂയ കർത്താവിന്റെ വരവിനും ഒരു അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന് മുമ്പിൽ വലിയ സ്തോത്രം ഒരു മഹാപീഡന കാലത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു കാലത്തിൽ കൂടെ ഒക്കെ സഭ കടന്നു പോകും. അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നതിന് മുമ്പേ ആയിരിക്കുമല്ലോ സഭ എടുക്കപ്പെടുന്ന. അവിടെ ഒക്കെ വിശുദ്ധിക്ക് വേണ്ടി വിശ്വസ്തരായിട്ട് നിൽക്കണമെങ്കിൽ ശക്തരായി നിൽക്കണം. 24-ാമത്തെ വാക്യം ദൈവദാസനോട് പറയുക, ഞാൻ ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. പലപ്പോഴും വചനം പ്രൂവ് ചെയ്യുവാനും എരിവ് കയറിയൊക്കെ ഞാൻ ചില സമയത്തൊക്കെ എന്ത് ചെയ്യും? ഇച്ചിരി എരിവോടുകൂടിയൊക്കെ ആൾക്കാരോട് സംസാരിച്ച് പോകാറുണ്ട്. ഞാൻ തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ 23-ാമത്തെ വാക്യത്തിൽ നമ്മളത് കണ്ടില്ലേ?
ഈ തർക്കങ്ങളൊക്കെ പലപ്പോഴും ഷണ്ട ജനിപ്പിക്കത്തെയോ. എത്ര അവരോട് പറഞ്ഞാലും മനസ്സിലായില്ലെങ്കിലും നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലായി. മോശ ഒന്ന് ശ്രമിച്ചു അടിച്ചൊക്കെ നേരെയാക്കാൻ, ഒന്നും റെഡിയായില്ല. ചിലതൊക്കെ ദൈവകരങ്ങൾ അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ പിന്നെ ഇസ്രായേലിനെ മോശമൊന്നും ചെയ്യേണ്ട വന്നില്ല. ഇസ്രായേൽ കിടന്ന് നിലവിളിച്ചു, ദൈവമേ എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കൾ കിടന്ന് നിലവിളിച്ച്. അപ്പം ദൈവം തന്നെ ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പം നമുക്ക് ഓരോ വിഷയങ്ങളും, നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത വിഷയങ്ങൾ അത് തർക്കിച്ച്, ഇനി വചനം ഒരാൾ പറഞ്ഞാൽ കേട്ടില്ല, ഇപ്പം നമ്മൾ ഈ പഠിക്കുന്ന ശ്രേഷ്ഠമേറിയ വചനങ്ങൾ വിശുദ്ധിയോടുകൂടി നിങ്ങളുടെ പാത്രങ്ങളെ ഒരുക്കണം എന്നുള്ള വചനഭാഗം പോലും ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് അങ്ങനാന്നൊന്നും പറഞ്ഞ് തർക്കിച്ച് ഷണ്ട കൂടണ്ട എന്ന് തന്നെ ദൈവവചനം പറയുന്നത്. ശാന്തമായിട്ടിരുന്നാൽ മതി. നമുക്ക് പറയാം, പിന്നെയും പറയാം, പിന്നെയും പറയാം. അതൊരു തർക്കമാകുന്നുണ്ട്, എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ഇറ്റ്. ദൈവകരങ്ങൾ സമർപ്പിച്ചോണം. ഒരു ഭവനത്തിൽ നമ്മൾ ചെന്നു, നമ്മൾ ക്രിസ്തുവിനെ പറ്റി അല്ലെങ്കിൽ വചനം പറഞ്ഞു, അവർ തർക്കിക്കുവാണെങ്കിൽ കാലിലെ പൊടി അവർ തട്ടിയിട്ടിട്ട് ദൈവത്തിന്റെ ന്യായവിധിക്ക് വേണ്ടി ആ ഭവനത്തെ സമർപ്പിക്കുക. കാര്യം ഞാൻ ശ്രമിച്ചു, പറഞ്ഞു, നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. അവർക്ക് ഒരു ദൈവഭയവും ഇല്ലാത്തതുകൊണ്ട് അതിനെ 5 പൈസയ്ക്ക് വില കൊടുക്കാതെ അല്ലെങ്കിൽ പുല്ലിന് വില കൊടുക്കാതെ അതൊക്കെ തള്ളിക്കളയും. പിന്നെ അവരുടെ പോഷത്വം പറഞ്ഞ് തർക്കിക്കുക. നമുക്ക് അവരെ മാനസാന്തരപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സ്തോത്രം, ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അല്ലാതെ തർക്കിക്കേണ്ട പോഷത്വമാ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം. ദൈവത്തിന് മാത്രമേ. എന്നിട്ട് 25, വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ ബോധം പ്രാപിച്ച് അവരെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകും. സൗമ്യതയോടുകൂടി അവരെ പഠിപ്പിച്ച് കൺവിൻസ് ചെയ്തിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവം തെളിയിക്കണം. ദൈവത്തിന് അറിയാം തനിക്കുള്ളവരാരാ. നമ്മൾ നേരത്തെ വായിച്ചതേയുള്ളൂ. അപ്പൊ ദൈവം തെളിയിക്കണം ഈ വചനം അവരിൽ വർക്ക് ചെയ്യുന്നോ ഇല്ലയോ. ദൈവത്തിന്റെ വചനം അതിന് ശക്തിയുണ്ട്, അതവർ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. സൗമ്യതയോടുകൂടി വേണം അത്. നമ്മളെല്ലാം ഇനി അതാ പഠിക്കട്ടെ. പലപ്പോഴും പറഞ്ഞൊക്കെ തർക്കിച്ച് അവരുടെ മോഹം ചുമക്കുന്ന പോലെ തന്നെ നമ്മുടെ മോഹം ചുമക്കേണ്ട ആവശ്യമില്ല. ഇത് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയാം, ദൈവത്തിന് അറിയാം ദൈവത്തിന് ആരാ. നമ്മൾ പറഞ്ഞൊന്നും ഒരാളുടെ ഉള്ളിൽ വിളി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. സ്തോത്രം. ഞെക്കി പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു നാടൻ ഭാഷയുണ്ടല്ലോ കൃഷിക്കാരുടെ ഇടയ്ക്ക് എന്ന് പറയുന്ന പോലെ പറഞ്ഞൊന്നും ആരെയും ഒരു കാഴ്ചപ്പാടിലേക്കും ദൈവം തന്നെ തെളിയിക്കണം. പ്രൈസ്. അവർ ദൈവത്തിനുള്ളവരാരാണോ, അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ആത്മീയ കുടുംബത്തെയും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടില്ലേ, സ്തോത്രം, 25-ലൊക്കെ നമ്മൾ കണ്ടു. സ്തോത്രം. സാത്താന്റെ കെണി വിട്ടിട്ട് അവരെ തന്നെ എന്ത് ചെയ്യണം? മാറിപ്പോകണം. അതുകൊണ്ട് ഇവിടെ ഒക്കെ നമ്മളെ എൻകറേജ് ചെയ്യുന്ന വാക്യങ്ങളാണ് മുഴുവനും എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് അറിയാം തനിക്കുള്ളവരാരാന്ന്. ഒരു ഭവനത്തിൽ തന്നെ ഹീനത്തിനുള്ള പാത്രവുമുണ്ട്, മാനത്തിനുള്ള പാത്രവുമുണ്ട്. അതിലേതാ ഞാൻ? നമ്മൾ ഇന്നോട്ട് എന്തുവാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ വല്ല ലിസ്റ്റോ ഓരോ പ്രാവശ്യം, ഞാൻ പറയുന്നത് ഇതൊക്കെ ആഴത്തിലേറിയ വചനഭാഗങ്ങൾ. ഓരോ ആഴ്ചയും ദൈവാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ നമ്മൾ നമ്മുടെ ഈ പേപ്പറിൽ വല്ലോ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് എന്ത് ചെയ്യാം? അങ്ങ് കളയാം. ഈ ലിസ്റ്റിൻ്റെ അകത്ത് മുഴുവൻ എന്തുവാണ്? എൻ്റെ ജോലി, എൻ്റെ ഭാവി, എൻ്റെ നന്മ, എൻ്റെ കാര്യങ്ങൾ, എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ. ഈ ലിസ്റ്റ് കീറാത്തടത്തോളം ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയാം, നീ ഒരു മാനമുള്ള പാത്രമായി തീരണം. കർത്താവ് നിന്റെ കൂടെ ഉള്ളിൽ വസിക്കണം. ഞാൻ ഒന്നുകൂടി രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളോട് ഓർപ്പിക്കുക, നീ ആദ്യകാലത്തൊക്കെ നല്ല എരിവോടുകൂടി നിന്നിട്ട് നിനക്ക് ഇപ്പോൾ കർത്താവിന് വേണ്ടി വേണ്ട പോലെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെട്ടിട്ട് നീ അതനുസരിച്ച് പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് വിട്ടുപോകും. നീ പോലും അറിയത്തില്ല. ഓൺ ദ സ്പോട്ട് 7 ഇരട്ടി ഭൂതം നിന്റെ മേൽ. ആ 7 ഇരട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. സാത്താൻ നോക്കിയിരിക്കുക സ്നാനപ്പെട്ട ദൈവമക്കൾ, വിശുദ്ധിയിലും വേർപാടുള്ള ദൈവമക്കൾ, ദൈവദാസന്മാർ, സുവിശേഷകർ, സഭ മൂപ്പന്മാർ, ദൈവം അങ്ങനെയുള്ളവരോട് കൂടുതൽ പോകാൻ. അവൻ തെറ്റിപ്പോകുന്നു, ഓട്ടനെ അവനെ കയറി ബാധിക്കുവാൻ, ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ. അതുകൊണ്ട് ഓർത്തോണം, കർത്താവ് അനുവദിക്കുന്ന കാര്യമാണ്. നിനക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയത്തില്ല. അവിടെ പിശാചിനോട് പറയാം, അവനെ ശരിക്കിട്ടങ്ങ് ഉരുട്ടിക്കോളാം. പോലീസ് സ്റ്റേഷനിലൊക്കെ ഉരുട്ടുവാന്നൊക്കെ പറയാമല്ലോ, അതുപോലെ സ്തോത്രം ബാധിച്ചോളാൻ പറയും. അപ്പോഴാണ് ഒത്തിരി ദൈവമക്കൾ അങ്ങനെയുള്ള അവസ്ഥകൾ കൂടെ ഒക്കെ കടന്നു പോകുന്നതുകൊണ്ട് അവസാനം ദൈവനാമം നിന്നിൽ കൂടെ ദുഷിക്കേണ്ട ഒരു അനുഭവങ്ങൾ ഉണ്ടാകാം. സ്തോത്രം. ഒരു മാനപാത്രമായിട്ടല്ലേ ദൈവം എന്നെ തിരഞ്ഞെടുത്ത്, അതിനുവേണ്ടി വിശുദ്ധിയോടുകൂടി നിൽക്കുവാൻ എന്നെ ദൈവം സഹായിക്കണമേ. യു ആർ എൻ എലക്ട് ഓഫ് ഗോഡ്. വൃതന, എലക്റ്റഡ്, ചോസൺ വെസൽ. പദങ്ങളൊക്കെ നമ്മൾ ആരാണ് ഈ ചോസൺ വെസൽ? വേറെ ആരെയോ അല്ല,
ഒന്ന് പറ ദൈവമക്കളെ, എന്നെ ദൈവം തെരഞ്ഞെടുത്തു. എന്തിനു തെരഞ്ഞെടുത്തു? ലോകത്തിൽ വലിയവരാകുവാനല്ല, ദൈവത്തിനു വേണ്ടി ശക്തനായി നിൽക്കുവാൻ. ഈ അധരത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇപ്പം ഈ ഇൻട്രോവേർട്സ് കൂടുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ വല്ലപ്പോഴേ ഉള്ളായിരുന്നു. ഈ ആണിനോടും പെണ്ണിനോടും ഗേ, ലെസ്ബിയൻ എന്നൊക്കെ പറയുന്ന ഒരു മാനസികാവസ്ഥ, ശാരീരിക അവസ്ഥയേക്കാൾ കൂടുതൽ അതൊരു ബന്ധനമാണ്, ഒരു ഭൂതമാണ്. അങ്ങനെയൊക്കെ ചുരുക്കമേ ഉള്ളത്. അതും ഇന്ന് ആളുകൾ വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഇൻട്രോവേർട്സ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ഞാൻ പലരെ പരിചയപ്പെട്ടു. ഈ അടുത്ത സമയത്തൊക്കെ പരിചയപ്പെട്ട പലരും ഫോൺ രാത്രി 12 മണി വരെ ഇരുന്നിട്ട് കിടുകിടുകിടുകൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കും. ഭയങ്കര ആത്മീയ ഡൗട്ട്സ് ചോദിക്കും, വലിയ വലിയ കാര്യങ്ങൾ. പാസ്റ്റർ വീട്ടിലെന്തോ വിശേഷം? അത് കാണുമ്പോൾ നേരെ മുഖത്ത് കണ്ണിൽ പോലും നോക്കത്തില്ല. ഒരു ബന്ധനമാ സംസാരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇന്നലെ എന്നോട് ഇത്രയും മെസ്സേജ് അയച്ച വ്യക്തിയാണോ ഇന്നിങ്ങനെ കുനിഞ്ഞിരിക്കുന്നത്? ഒരു കൈ തരാൻ നാണമാ, അല്ലെങ്കിൽ കൈ പുറമോട്ട് വലിക്കുക. സംസാരിക്കത്തില്ല ആരോട്. ഈ വർക്ക് ഫ്രം ഹോം കൾച്ചറൊക്കെ ആയിരിക്കും ഓരോരുത്തരെ അങ്ങനെ ആക്കുന്നത്. വീട്ടിൽ ഇരിക്കും, ഇറങ്ങത്തില്ല, ആരോട് ഇടപെടത്തില്ല. ഈ അധരം എന്തിനുള്ളതാ? ടു ബി എ വിറ്റ്നസ് ഓഫ് ദ ലോർഡ്. ആർക്ക് വേണ്ടി സംസാരിക്കാനുള്ളതാ? ലോകത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് ഒത്തിരി കാണും. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി സംസാരിക്കുവാൻ ഒരു അധരത്തെ ശുദ്ധീകരിക്കണം. അനേകരെ യേശുവിലേക്ക് അടുപ്പിക്കുവാൻ എന്നെ സഹായിക്കണേ. കർത്താവിന് വേണ്ടി പാടുവാൻ ഈ തൊണ്ട ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ കരങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. എനിക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, ചിലർക്ക് നല്ലപോലെ ചിരിക്കുവാൻ, ചിലരെ ഹല്ലേലൂയ വളച്ചൊടിക്കാൻ, എന്തുവാ ചെറുപ്പക്കാരുടെ ഭാഷ, ഒന്ന് കൺവിൻസ് ചെയ്യുവാൻ, ഒന്ന് കസ്റ്റഡിയിലാക്കുവാനൊക്കെ സ്തോത്രം ഹല്ലേലൂയ കൃപയുണ്ടെങ്കിൽ ഈ കൃപ എന്തിനുപയോഗിക്കണം? യേശുവിന്റെ സന്നിധിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുവാൻ. പ്രൈസ് ദി ലോർഡ്. കൺവിൻസ് ദം. ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന ഓരോ വരവും ഓരോ കൃപയും യേശുവിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ നിങ്ങളുടെ തീരുമാനം പറയാനുള്ള സമയമാണ്. ദൈവം നിങ്ങളെ സഹായിക്കും.